ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭരണഘടനാ ഭേദഗതികൾ. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഓരോരോ എക്സാമിലും വരാറുണ്ട്. പ്രധാനപ്പെട്ട കുറേയധികം ഭേദഗതികൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായി വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളും എന്നല്ല, ആകെ 106 അമെൻമെൻറ്റുകൾ വരെയാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അതിൽ പരീക്ഷകളിൽ ഒരുപാട് തവണയായിട്ട് കണ്ടിട്ടുള്ള അമെൻമെൻറ്റുകൾ വളരെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുകയാണ്, കവർ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന എക്സ്ട്രാ എക്സ്പ്ലനേഷൻ വേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളെ ആ രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു, പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്ഥലത്തിലോ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. മുഴുവനായി കാണാൻ ശ്രമിക്കുക, നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ നടത്തുക, പഠിച്ച് പരീക്ഷ വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് അമെൻമെൻറ്റ്? ഒരു ഭരണഘടനയുണ്ട്, അതൊരു ഡോക്യുമെൻ്റാണ് അല്ലേ. ഭരണഘടന ഒരിക്കലും എന്തുപോലെ ആവരുത്, അംബേദ്കർ പോലെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യമാണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അതിനെ കണക്കാക്കരുത്. കാരണം റിലീജിയസ് ടെക്സ്റ്റുകളുടെ പ്രത്യേകത എന്താ, അവയിൽ തിരുത്തലുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമെൻമെൻറ്റുകൾക്ക് വിധേയമാണ്, ഭേദഗതികൾക്ക് വിധേയമാണ്. എന്തുകൊണ്ടാണ് ഭേദഗതികൾ വേണം എന്ന് നമ്മൾ പറയുന്നത്? കാരണം കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ചിന്താഗതികൾ മാറും, സമൂഹം മാറും. അതനുസരിച്ച് മാറിയ ഭരണഘടനയ്ക്ക്, കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഒരു രാജ്യത്തിനെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ, സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുകയുള്ളൂ അല്ലെ. ഇപ്പോൾ അവസാനത്തെ 106ാമത് ഭരണഘടനാ ഭേദഗതി നമ്മൾ കണ്ടിരുന്നു അല്ലെ, നാരി ശക്തി അഭിവന്ദനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വളരെ സ്വാഭാവികമായി തന്നെ അവരുടെ റെപ്രസെൻറ്റേഷൻ ലോകസഭയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വർദ്ധിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് കാത്തിരുന്ന് നമുക്ക് അത് നടക്കുന്നില്ലെന്ന് ബോധ്യമാവുകയും അതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവിടെ റിസർവേഷൻ നമ്മൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇതെല്ലാം എന്താണ്, അപ്ഡേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ അപ്ഡേഷനെയാണ് നമ്മൾ അമെൻമെൻറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത് അമെൻമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള ചില ഫാക്റ്റുകളാണ്, ചോദ്യങ്ങളായി വരാറുള്ള ഫാക്റ്റുകളാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോരോ ഭേദഗതികളായി നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ആദ്യത്തെ പോയിന്റ്, സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിൽ നിന്നാണ് നമ്മൾ ഭരണഘടന അമെൻഡ് ചെയ്യുന്ന രീതി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളായിരുന്നത്, നമ്മൾ കടമെടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം അല്ലേ, ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്ന പലയിടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്നുള്ളത് അല്ലെ. ജോയിന്റ് സിറ്റിംഗ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ. 1935 ആക്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, USA കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന്. ഇതിൽ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത്, അമെൻമെൻറ്റിൻ്റെ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം മനസ്സിലാകുന്നതോ, നടപടിക്രമം നമ്മൾ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആർട്ടിക്കിൾ 368 ആണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. ആർട്ടിക്കിൾ 368 പാർട്ട് 20ൻ്റെ ഭാഗമാണ്. പാർട്ട് 20 കഴിഞ്ഞ UPSCയുടെ പ്രിലിംസിൽ ഏത് പാർട്ടാണ് എന്ത് അമെൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദ്യം UPSCയുടെ പ്രിലിംസിൽ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 3 എണ്ണം തരികയായിരുന്നു, 3 എണ്ണം തമ്മിൽ യോജിപ്പിക്കാനായിട്ടൊരു ചോദ്യമാണ് വന്നത്. അപ്പോൾ പാർട്ട് 20 അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 368 എന്ന കാര്യം കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഭരണഘടന ആർക്കാണ് ഭേദഗതി ചെയ്യാൻ സാധിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. ആർക്കാണ് ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുക? ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മളുടെ ഭരണസമിതിക്ക് അതിന് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. പാർലമെൻറ്റിൻ്റെ മാത്രം പവറാണ് ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? പാർലമെൻറ്റിന് മാത്രമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. കൃത്യമായിട്ട് ആലോചിക്കുക, പാർലമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
ഇനി അതിന് വേണ്ട എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ബില്ല് അവതരിപ്പിക്കണം അല്ലേ? എന്നിട്ട് ആ ബില്ല് പാസ്സായിട്ട് അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അതൊരു ആക്ട് ആവുകയാണ് സാധാരണ ചെയ്യുക. ഇനി ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? പാസ്സാകേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ പാസ്സാകണം എന്നുണ്ടെങ്കിൽ ആദ്യം ബില്ല് അവതരിപ്പിക്കണം. എവിടെ അവതരിപ്പിക്കാൻ പറ്റും? ഭരണഘടനാ ഭേദഗതി ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് കേൾക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ബില്ലാണല്ലോ. അതുകൊണ്ട് മണി ബില്ലിനെ പോലെ ലോകസഭയിൽ മാത്രമാണോ അവതരിപ്പിക്കാൻ പറ്റുക എന്നൊരു സംശയം വേണ്ട. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്, എ ബിൽ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഓഫ് ദ ഹൗസസ്. 2 ഹൗസുകളിൽ ഏത് ഹൗസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഭരണഘടനാ ഭേദഗതിക്കായിട്ടുള്ള ബിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്? ഒരു മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പറിനോ 2 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ? നമ്മൾ ഗവൺമെന്റ് ബിൽ എന്ന് പറയാറുണ്ട് അല്ലെ? ഒരു മിനിസ്റ്റർ അവതരിപ്പിക്കുന്നതിന് എന്താണ്? ഗവൺമെന്റ് ബിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു മിനിസ്റ്റർക്ക്, മന്ത്രിക്കോ ഒരു സ്വകാര്യ അംഗത്തിനോ എന്ത് ചെയ്യാൻ പറ്റും? അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇവിടെ മണി ബില്ലും ഉണ്ട് അല്ലെ? മണി ബില്ല് ആർക്കാണ്? മിനിസ്റ്റർക്കാണ് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് അറിയാം. അടുത്തത് നോക്കൂ, നോ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് നീഡഡ്. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതിക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇതും എന്താണ്? വളരെ കൃത്യമായിട്ട് പറയുന്നതാണ് അല്ലെ? പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി നമുക്ക് ആവശ്യമായിട്ടില്ല. ഓൾസോ നമുക്ക് സാധാരണ ബില്ലുകളുടെ ഒരു പ്രൊസീജിയർ നമുക്കറിയാം അല്ലെ? ഒരു ബില്ല് ഹൗസ് നമ്പർ 1 നിന്ന് പോയി ഹൗസ് നമ്പർ 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത് അങ്ങോട്ട് പോവും, ജോയിന്റ് സിറ്റിംഗിലേക്ക് പോവുകയാണ് പതിവ് അല്ലെ? സംയുക്ത സമ്മേളനത്തിലേക്ക് പോകും. ഏത് ആർട്ടിക്കിള്? ആർട്ടിക്കിൾ 108 ജോയിന്റ് സെറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ. ഓർക്കണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഭരണഘടനാ ഭേദഗതി മണി ബില്ലാണ് എന്നുണ്ടെങ്കിലോ, മണി ബില്ലിൽ എന്താണ്? ലോക്സഭയ്ക്കാണ് പരമാധികാരം അല്ലെ? രാജ്യസഭയ്ക്ക് മാക്സിമം 14 ദിവസം വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പക്ഷേ അങ്ങനെയല്ല. 2 സഭകൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ജോയിന്റ് സിറ്റിംഗ്. എന്താ അതിൻ്റെ അർത്ഥം? 2 സഭകളും സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ബില്ല് പാസ്സാക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2 സഭകളും സെപ്പറേറ്റ് ആയിട്ട് ബില്ല് പാസ്സാക്കേണ്ടതുണ്ട്. അല്ലാതെ എങ്ങനെ പറ്റില്ല? ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ട് പാസ്സാക്കുക എന്നൊരു പ്രതിവിധി ഇതിന് ഇല്ല എന്ന് മനസ്സിലാക്കുക. അതായത് രാജ്യസഭയോ ലോക്സഭയോ ഏതെങ്കിലും ഒരു സഭ ഇത് പാസ്സാക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ ബില്ല് അതോടുകൂടി എന്താണ്? പാസ്സാകുന്നില്ല, തീരുകയാണ്. ജോയിന്റ് സിറ്റിംഗ് നടത്തിയിട്ട് പാസ്സാക്കാനുള്ള പ്രൊവിഷൻ അവിടെ ലഭ്യമല്ല. പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓൾസോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രസിഡന്റിന് അസെന്റ് ചെയ്യുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അത് നിരാകരിക്കാൻ പ്രസിഡന്റിന് സാധിക്കുകയുമില്ല എന്ന് കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത് അല്ലെ? ഒരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ? 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ 3 രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതിലെ 2 രീതികളാണ് ആർട്ടിക്കിൾ 368 അടിയിലുള്ളത്. മൂന്നാമത് ഒരു രീതി കൂടി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിലെ പ്രത്യേകത, അത് വെറും സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? 368 അടിയിൽ എന്തുണ്ട്? പാസ്സാക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അതെങ്ങനെയാണ്? അവ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ടും, സ്പെഷ്യൽ മെജോറിറ്റിയും പിന്നെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ സമ്മതത്തോടു കൂടിയിട്ടും എന്ത് ചെയ്യുകയാണ്? പാസ്സാക്കാൻ പറ്റുന്ന രീതികളാണത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആർട്ടിക്കിൾ 368 അടിയിലുള്ളത്. അങ്ങനെ അല്ലാതെ സിമ്പിൾ മെജോറിറ്റിയിൽ കേവല ഭൂരിപക്ഷം അല്ലെ, കേവല ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കാൻ പറ്റുന്ന ചില ഭാഗങ്ങളും ഉണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് സിമ്പിൾ മെജോറിറ്റിയിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന ചില ഇടങ്ങളും എവിടെയുണ്ട്? ഭരണഘടനയുടെ ഉള്ളിലുണ്ട് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. അത് ഏതൊക്കെയാണെന്ന് ഉടനെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഇനി എന്താണ് അത് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് പോകണമോ എന്ന് ആലോചിക്കേണ്ടതില്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മതി, എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ 3 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ 2 368 അടിയിൽ. അപ്പം ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് PSCയുടെ മെയിൻസ് എക്സാമുകളിലൊക്കെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അല്ലെ? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, എന്താണ്? സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റിൽ എന്താണ് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ചില ഇടങ്ങളുണ്ട്. അത് ആർട്ടിക്കിൾ 368 അടിയിൽ വരുന്നതാണ്. ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയതുകൊണ്ട് 368 അടിയിലാണെന്ന് വിചാരിക്കരുത്. അത് 368 പുറത്താണ് സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? പാർലമെന്റിന് ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താൻ പറ്റുന്ന ഇടങ്ങൾ കിടക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ജസ്റ്റ് 368 അടിയിൽ എങ്ങനെ പോകുന്നു എന്നൊന്ന് കാണാം. ഇവിടെ നമ്മൾ സിമ്പിൾ മെജോറിറ്റിയിൽ ചില ഇടങ്ങളുണ്ടെന്ന് പറഞ്ഞു. കേവല ഭൂരിപക്ഷം നിങ്ങൾക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിൽക്കുന്നില്ല അല്ലെ?
നോക്കൂ എന്താണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് എന്ന് വെച്ചാൽ എന്താ, ക്ഷമിക്കണം, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. 368 സ്പെഷ്യൽ മെജോറിറ്റി മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. ആ ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിൽ ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യ, മനസ്സിലാവുന്നത് എത്ര പേര് അവിടെ ഇന്ന് പ്രസന്റ് ആണെന്നല്ല, മൊത്തം അംഗസംഖ്യയുടെ 50%. ഓൾസോ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അന്ന് എത്ര പേര് പ്രസന്റ് ആയിട്ടുണ്ടോ അവരിലെ 2/3 ആളുകളുടെ സപ്പോർട്ട് വേണം. ഇത് എന്തിനു വേണ്ടിയിട്ട് അറിയോ കൂട്ടുകാർക്ക്? കുറെ ആളുകളെ മാറ്റി നിർത്തി കുറച്ച് ആൾക്കാരെ മാത്രം, അതായത് പങ്കെടുക്കുന്നവരുടെ 2/3 എന്ന് മാത്രം പറഞ്ഞു എന്ന് വിചാരിക്കൂ. അപ്പൊ കുതിരക്കച്ചവടം നടത്താൻ വേണമെങ്കിൽ അല്ലെ, ഒരു പാർട്ടി എന്ത് ചെയ്യുകയാണ്, മറ്റൊരു പാർട്ടിയോട് പറയുകയാണ്, അതായത് കൂട്ടുമന്ത്രിസഭയ്ക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണ്, മറ്റൊരു പാർട്ടിക്ക് കുറച്ച് പണം കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ജസ്റ്റ് പങ്കെടുക്കണ്ട. അപ്പൊ എന്തായി, പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ 2/3 എന്ത് ചെയ്യും, അപ്പോൾ ഞങ്ങൾക്ക് തികയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാനാണ് എന്തും കൂടി ചേർക്കുന്നത്, 50% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് എന്നും കൂടി ചേർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 50% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസും 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. പ്രസന്റ് മാത്രം പോരാ, പ്രസന്റ് ചെയ്ത് മൊത്തം വോട്ട് ചെയ്യുകയും കൂടി വേണം. വോട്ട് ചെയ്ത ആളുകളുടെ 2/3. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കാനായിട്ട് കൂട്ടുകാർ നോക്കുക. അപ്പോൾ ഇത് രണ്ടും എന്താണ്, തികച്ചാലാണ് സ്പെഷ്യൽ മെജോറിറ്റി തികയുന്നത്. ഇനി ഇത് ഒരു തരത്തിൽ ആർട്ടിക്കിൾ 360 അടിയിലുള്ള ഒരു തരത്തിലുള്ള പാസ്സാക്കൽ. രണ്ടാമത്തേത് എങ്ങനെയാണ്, ഈ പറഞ്ഞ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, ഇത് ടിക്കാക്കണം. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. മൊത്തം സംസ്ഥാനങ്ങളിലെ പകുതി പേര് എന്ത് ചെയ്യണം, അവർ സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യണം. അവരുടെ, അതായത് ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനമാണ്, തമിഴ്നാട് ഒരു സംസ്ഥാനമാണ്, അങ്ങനെ കുറേ സംസ്ഥാനങ്ങളില്ലേ, അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, സിമ്പിൾ മെജോറിറ്റിയിൽ, അവരുടെ നിയമനിർമ്മാണ സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, ഈ പെർട്ടിക്കുലർ ബില്ല് പാസ്സാക്കണം. മൊത്തം രാജ്യത്തെ സ്റ്റേറ്റുകളിലെ പകുതി ആളുകൾ പാസ്സാക്കണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് ചില കാര്യങ്ങൾക്ക് വേണം. അതെവിടെയാണെന്ന് നമ്മൾ പറയാം. അതായത് സ്റ്റേറ്റുകളെ കൂടി ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന സമയത്താണ് എന്ത് വേണ്ടത്, പകുതി സംസ്ഥാനങ്ങൾ കൂടി അത് പാസ്സാക്കേണ്ടത്. ഇപ്പോൾ GST അല്ലെ, GST ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, GSTയുടെ കൗൺസിലൊക്കെ ഉണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ കൂടി ആവശ്യമാണ്. മനസ്സിലാവുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രസിഡന്റിന്റെ ഇലക്ഷൻ നമ്മളിപ്പോൾ ഉടനെ കാണും എന്തൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കാണുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, സംശയങ്ങളില്ലല്ലോ? അപ്പോൾ 3 തരത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യും. നമ്മളെല്ലാവരും വെറുതെ 368 എന്ന് മാത്രം പഠിച്ചിട്ടാണ് പോവുക. 368 എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിവിഷനുകളുണ്ട്. അതിന് പുറത്തും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ, കൃത്യമാണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട്, സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് എന്തെല്ലാമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അമെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഇവിടെ ചോദ്യം വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഒന്ന്, ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സ് സ്ട്രക്ചർ. എന്താണ്, നമുക്കറിയാം അല്ലെ, ഇപ്പൊ ആർട്ടിക്കിൾ 3 നിങ്ങൾക്കറിയാം. ആർട്ടിക്കിൾ 3 എന്താ, ഒരു സ്റ്റേറ്റിന്റെ സൈസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ന്യൂ സ്റ്റേറ്റ് കൊണ്ടുവരികയാണ്, അവയുടെ എന്താ പറയുക, അതിർത്തികൾ എന്ത് ചെയ്യുകയാണ്, അതിർത്തി ലിമിറ്റുകൾ എന്ത് ചെയ്യുകയാണ്, മാറ്റി വരയ്ക്കുകയാണ്, അതിന്റെ എന്ത് ചെയ്യുകയാണ്, പേര് ചേഞ്ച് ചെയ്യുകയാണ്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, ആർട്ടിക്കിൾ 3 അല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയോ, പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി മതി. ഇപ്പൊ കേരളം എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിന്റെ പേര്, ഒഫീഷ്യൽ പേര് എന്ന് പറയുന്നത് കേരള എന്നതിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, കേരളം എന്നാക്കണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു പ്രമേയം പാസ്സാക്കി അല്ലെ. അത് എങ്ങോട്ട് അയച്ചു, നമ്മൾ പാർലമെന്റിലേക്ക് അയച്ചു. ഇനി പാർലമെന്റ് എന്ത് ചെയ്യും, അതിന്റെ തീരുമാനമെടുക്കും അല്ലെ. അവർക്ക് എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി അവർക്ക് അത് പാസ്സാക്കാൻ വേണ്ടിയിട്ട്. ഒരു സംസ്ഥാനത്തിന്റെ പേരിൽ ചേഞ്ച് വരുത്താൻ, അതിർത്തി പുനർനിർണ്ണയിക്കാൻ, പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ, സൈസിൽ വ്യത്യാസം വരുത്താൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം, സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാം. അടുത്ത നോക്കൂ, ഫോർമേഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ട്. ഈ കൗൺസിലുകളുടെ ഫോർമേഷനും ഇവയുടെ ഡിലീഷനും എന്ത് ചെയ്യാം, സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റിന് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ പലപ്പോഴും പലരും അത്ഭുതപ്പെടുന്നു. CAA-ക്കെതിരെ ഇത്രയധികം പ്രശ്നങ്ങളായിട്ട് എങ്ങനെ പാസ്സായി? എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി ഇതിൽ ആവശ്യമുള്ളൂ. അടുത്തത് ഇലക്ഷൻ ടു ദ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും പാർലമെന്റിലേക്കുള്ള ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. നമ്പർ ഓഫ് പ്രിസൈൻ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. എന്താ പ്രിസൈൻ ജഡ്ജസ്? സുപ്രീം കോടതിയിൽ ഇപ്പോൾ എത്ര ജഡ്ജിമാരുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനിടയിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ബെഞ്ചിലുള്ള എത്ര പേരാണ് മൊത്തം ജഡ്ജിമാരുടെ എണ്ണം? അവരെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് പ്രിസൈൻ ജഡ്ജസ് എന്ന പേരിൽ പറയുന്നത്. ഈ ജഡ്ജിമാരുടെ എണ്ണം മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ മെജോറിറ്റിയിൽ അതിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ഈ അടുത്തല്ല, കുറച്ച് ഒരു വർഷത്തിന് മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനും അപ്പോൾ സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ളൂ. ഇനി യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് മാറ്റാൻ എന്താണ്? അതിൽ ചേഞ്ചസ് വരുത്താൻ സിമ്പിൾ മെജോറിറ്റി മതി. കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഡീലിമിറ്റേഷൻ നടത്താനായിട്ട് അല്ലെ എന്ത് ചെയ്യാം? അതിർത്തികൾ മാറ്റി വരയ്ക്കാൻ വേണ്ടി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാവും അല്ലെ? ഡീലിമിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ സിമ്പിൾ മെജോറിറ്റി മതി. പാർലമെന്റിന്റെ കോറത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും സിമ്പിൾ മെജോറിറ്റി മതി. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയും പ്രധാനപ്പെട്ട ഇടങ്ങൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമില്ല. എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷം മാത്രം മതി. മറക്കില്ലല്ലോ ആ കാര്യം. കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗമാണ്. സിമ്പിൾ മെജോറിറ്റിയിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ പറ്റുന്ന ഇടങ്ങൾ ഇവയെല്ലാമാണ്. കൃത്യമാണല്ലോ? അടുത്ത ഭാഗം സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ സമ്മതവും കൺസെന്റും വേണ്ട ഇടങ്ങൾ ഏതെല്ലാമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി. അതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ? സ്പെഷ്യൽ മെജോറിറ്റിയിൽ കുറേ കാര്യങ്ങൾ അറിയാം നമുക്ക്. സ്പെഷ്യൽ മെജോറിറ്റിക്ക് വേണ്ടുള്ള ഭേദഗതി, മൗലികാവകാശങ്ങൾ, DPSPs, അങ്ങനെ ഭരണഘടനയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഭേദഗതി വരുത്തണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്? സ്പെഷ്യൽ കേസ്. സ്പെഷ്യൽ മെജോറിറ്റിയും അതിനോടൊപ്പം ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ കൺസെന്റും വേണ്ട ഇടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ എന്തൊക്കെയാണെന്ന്. ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ. പ്രസിഡന്റിന്റെ ഇലക്ഷനും ഏത് രീതിയിലാണ് അവ നടത്തേണ്ടത് എന്നും പറയുന്ന ഇടങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? പ്രസിഡന്റിലേക്ക് എല്ലാ ഇലക്ട്രൽ കോളേജ് പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാലോ. പാർലമെന്റ് മാത്രമാണോ അതിൽ പങ്കെടുക്കുന്നത്? അല്ല അല്ലെ? നമ്മളുടെ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ അംഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെ? ഇലക്ടഡ് ആയിട്ടുള്ള അംഗങ്ങൾ മുഴുവൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിനെയും ബാധിക്കുന്ന അവരുടെയും ഡിസിഷനിൽ വരുന്ന ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ സമ്മതം കൂടി ആവശ്യമാണ്. അടുത്തത് നോക്കൂ എന്താണെന്നുള്ളത്. എക്സ്റ്റെൻഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ യൂണിയന്റെയും എക്സിക്യൂട്ടീവ് പവറിലേക്കുള്ള എന്താ പറയുക? എക്സ്റ്റെൻഡ് അല്ലെ? അവർ കൃത്യമായിട്ടുള്ള ഒരു എന്തുണ്ട്? ഒരു ബാലൻസിലാണ് പോകുന്നത്. അതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ സമ്മതം ആവശ്യമാണ്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അല്ലെ? സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിൽ ഒരു ഇഷ്യൂ വന്നാൽ, സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഒരു ഇഷ്യൂ വന്നാൽ, ഒരു സ്റ്റേറ്റും അപ്പുറത്ത് സെൻട്രറും മറ്റ് ഒരു സ്റ്റേറ്റും കൂടിയായിട്ടുള്ള ഇഷ്യൂസ് വന്നാൽ ഇതിനെല്ലാം തീരുമാനമെടുക്കുന്ന ആളാരാണ്? സുപ്രീം കോടതിയാണ്. ഹൈക്കോടതികൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ സ്റ്റേറ്റുകളെ ബാധിക്കുന്നതാണ്. ആ കാര്യത്തിലും ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ കൂടി ആവശ്യമാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. നമുക്കറിയാലോ, നിയമനിർമ്മാണം നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യേണ്ടതുണ്ട്. 7th ഷെഡ്യൂളിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് എന്താണ് എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ, സെൻട്രൽ സബ്ജക്റ്റുകൾ, കൺകറന്റ് സബ്ജക്റ്റുകൾ എന്ന രീതിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇങ്ങനെയുള്ള ഡിവിഷനുകൾ അല്ലെ? അപ്പോൾ ലെജിസ്ലേറ്റീവ് പവറുകളുടെ, എക്സിക്യൂട്ടീവ് പവറിന്റെ 7th ഷെഡ്യൂളിലുള്ള സബ്ജക്റ്റുകളുടെ ഇവയിലെല്ലാം മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ കൺകറൻസ്, കൺസെന്റ്, റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. കൃത്യമാണല്ലോ? ഇനി പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ, അതായത് ഇപ്പൊ വിചാരിക്കൂ, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ വേണ്ട കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യും, 7th ഷെഡ്യൂൾ അങ്ങ് മാറ്റിക്കളഞ്ഞാലോ എന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ പറ്റില്ല. കാരണം എന്താ? അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ സമ്മതം വേണമെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതാണത് പറയുന്നത്, പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. ഇത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് വേണം. സോ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഇതിൽ എന്തിലെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? സ്റ്റേറ്റ്സിന്റെ സമ്മതം വേണം. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ലൈക്ക് ആർട്ടിക്കിൾ ഏതാണ്? ഓർമ്മ വന്നോ? ഏതെങ്കിലും ആർട്ടിക്കിൾ 32 പോലെയാണ് കിടക്കുന്നത് അല്ലെ? ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് പോവാം എന്ന് പറയുന്ന റിട്ട് ഹർജികളെ കുറിച്ച് പറയുന്ന ഇടമാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 32. ഇത് തന്നെ എന്താണ്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്.
അല്ലെ? അപ്പൊ ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗവും വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയറിന് ശേഷം GST കൗൺസിൽ ആർട്ടിക്കിൾ 279A പ്രകാരമാണ് GST കൗൺസിൽ, നിങ്ങൾക്ക് അറിയാം. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിലും എന്ത് വേണം, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. ഇനി റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ്, പാർലമെന്റിൽ എന്തുണ്ട്, ഓരോരോ സ്റ്റേറ്റുകളിലും റെപ്രസെന്റേഷൻ ഉണ്ട് അല്ലെ, ആളുകളുടെയൊക്കെ. അതെന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ എന്ത് ആവശ്യമാണ്, റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. കൃത്യമല്ലേ? സംശയങ്ങളില്ലല്ലോ. സോ സിമ്പിൾ മെജോറിറ്റിയിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് നടക്കുക, സ്പെഷ്യൽ മെജോറിറ്റിയിലും ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷനിലും ഏതെല്ലാം കാര്യങ്ങളാണ് നടക്കുക എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും ഡിഗ്രി ലെവലിലുള്ളതിന്റെ മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും ഈ കൺസെപ്റ്റുകൾ വളരെ ഉറച്ചു തന്നെ മനസ്സിനുള്ളിലേക്ക് വെക്കുക. ഏതെല്ലാമാണ് ഓരോന്നിലും വരുന്നത് എന്നത് കൃത്യമായി ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തുടങ്ങുകയാണ്. എന്താണ്, ഓരോരോ അമെൻമെന്റുകളായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. ആദ്യത്തെ ഏതാണ്, ഫസ്റ്റ് അമെൻമെന്റ് അല്ലെ. ഭരണഘടന രൂപീകരിക്കപ്പെടുന്നു, ഭരണഘടന നിലവിൽ വരുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. ശേഷം ആദ്യത്തെ അമെൻമെന്റ് വരികയാണ്. 1951 ആദ്യത്തെ അമെൻമെന്റ് വരുന്നത്. പ്രധാനമായിട്ടും 9th ഷെഡ്യൂൾ ആഡ് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്രയാണ്, 395 ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. 22 പാർട്ടുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉണ്ടായിരുന്നത് അല്ലെ. 22 പാർട്ടുകൾ, 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. അതിനുശേഷം ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അല്ലെ. ഇനി നോക്കൂ, 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുക. എന്തിനാ 9ാമത്തെ ഷെഡ്യൂൾ, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. അതായത് എന്ത് ചെയ്യുകയായിരുന്നു, എന്താ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാർക്ക്. 9th ഷെഡ്യൂൾ ആഡ് ചെയ്ത് എന്താ വെച്ചാൽ ചില ലോസ്, ചില നിയമങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, സംരക്ഷണം കൊടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ചില ലോസ് എന്ത് ചെയ്യുകയാണ്, ചില ലോസിന് സംരക്ഷണം കൊടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഈ 9th ഷെഡ്യൂളിന്റെ ഉള്ളിലേക്ക് ഈ ലോ ഉൾപ്പെടുത്തിയാൽ കോർട്ടുകളുടെ പരിധിക്ക് പുറത്തേക്ക് അത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു നിയമം പാർലമെന്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നു, ആ ലോയെ 9ാമത്തെ ഷെഡ്യൂളിനുള്ളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോർട്ടുകൾക്ക് അതിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് വരേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റിഫോമുകൾ ആവശ്യമായിരുന്നു അല്ലെ. ലാൻഡ് റിഫോമുകൾ ആവശ്യമായിരുന്നു. അപ്പൊ ലാൻഡ് റിഫോമുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതികൾ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആ കാലഘട്ടത്തില് ലാൻഡിന്റെ മുകളിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, ആളുകൾ സമീപിക്കാൻ തുടങ്ങി. സോ 9th ഷെഡ്യൂൾ രൂപീകരിക്കുകയും എന്നിട്ട് ഇത്തരത്തിലുള്ള ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട ആക്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് സംരക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇതെന്ത് ചെയ്തു, ദുരുപയോഗിക്കാൻ തുടങ്ങി. കോടതിയെ ബൈപ്പാസ് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ ആക്ടുകളും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, IR കൊയിലോ കേസ് ഉണ്ടായിരുന്നു അല്ലെ. IR കൊയിലോ കേസിൽ കോടതി എന്ത് നിരീക്ഷിക്കുകയാണ്, കേശവാനന്ദ ഭാരതി കേസിന് ശേഷം, കാരണം കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് എന്ത് ചെയ്തു, ഇതിന് ശേഷം വരികയാണ് പതുക്കെ അല്ലെ. കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ വന്നു, പിന്നീട് എന്ത് പറയുകയാണ്, ജുഡീഷ്യൽ റിവ്യൂ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് മനസ്സിലാക്കുകയാണ് അല്ലെ. അതോടുകൂടിയിട്ട് എന്ത് പറയുന്നു, കേശവാനന്ദ ഭാരതി കേസിന്റെ ഡേറ്റിന് ഇങ്ങോട്ട് ശേഷം ഉള്ള എന്താ പറയുക, ശേഷം 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് ഏതൊക്കെയാണോ അതെല്ലാം ഓപ്പൺ ടു റിവ്യൂ ആണ് എന്ന് IR കൊയിലോ കേസിൽ വിധി വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് എന്താണ്, ഒരു സംരക്ഷണം ഇപ്പോൾ 9th ഷെഡ്യൂളിലെ ഉള്ളിലുള്ള ആക്ടുകൾക്ക് ഇല്ല. കാരണം എന്താ, കേശവാനന്ദ ഭാരതി കേസിന് ശേഷമുള്ള എല്ലാം ഓപ്പൺ ടു റിവ്യൂ ആണ്. കാരണം ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ അപ്പോൾ വന്നു, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണെന്നും ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നിയമങ്ങൾ ഇട്ടിട്ട് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ പറ്റില്ല എന്നും എന്ത് ചെയ്യുന്നു, IR കൊയിലോ കേസിൽ വിധി വരികയാണ്. മനസ്സിലായില്ലേ? സോ 9th ഷെഡ്യൂൾ ഇങ്ങനെയാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നോക്കൂ, ഗ്രൗണ്ട്സ് ഫോർ റെസ്ട്രിക്ഷൻ ഓൺ ആർട്ടിക്കിൾ 19(1). അതായത് നമ്മളുടെ എന്താ പറയുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് എമർജൻസിയുടെ സമയങ്ങളിൽ, എപ്പോഴാണോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്, എമർജൻസിയുടെ സമയങ്ങളിൽ 19 ക്ലോസ് 1 എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുമെന്ന് ഈ ഒരു അമെൻമെന്റ് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31B ആഡ് ചെയ്യപ്പെടുന്നതും ഫസ്റ്റ് അമെൻമെന്റിന്റെ സമയത്താണ് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് അമെൻമെന്റുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞവ ആണ്. അടുത്തതിലേക്ക് പോകട്ടെ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 7th അമെൻമെന്റ് ആണ്. അതിനിടയിൽ ചില അമെൻമെന്റുകൾ ഉണ്ട്, പക്ഷെ ഇത്രയധികം പ്രാധാന്യം അവയ്ക്ക് ഇല്ല. നോക്കൂ, 7th അമെൻമെന്റ് 1956 വരുന്നു. ഈ വർഷത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്താണ്?
സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടക്കുകയാണ്. എന്താണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടക്കുകയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓൺ ദ ലിംഗ്വിസ്റ്റിക് ബേസിസ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓൺ ദ ലിംഗ്വിസ്റ്റിക് ബേസിസ് നടക്കുന്ന സമയമായിരുന്നു ഇത്. അപ്പോൾ 7th അമെൻമെന്റിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റുകളുടെ റീഓർഗനൈസേഷൻ സംഭവിക്കുകയാണ്. ഓൾസോ അപ്പൊ എന്ത് ചെയ്യുന്നു? സംസ്ഥാനങ്ങൾ പലതും എന്ത് ചെയ്യുകയാണ്? രൂപീകരിക്കപ്പെടുകയാണ് അല്ലെ. ഇതിന് ഫലമായിട്ട് കോമൺ ഹൈക്കോർട്ട് ഫോർ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഓക്കെ ആണെന്നും കോമൺ ഗവർണർ ഫോർ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഓക്കെ ആണെന്നും വരികയാണ്. അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് ഹൈക്കോടതി ആകാം, ഒരു ഹൈക്കോടതി ആകാമെന്നും. ഇപ്പൊ കേരളത്തിനും ലക്ഷദ്വീപിനും ഒരേ ഹൈക്കോടതി ഇല്ലേ? ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളുടെ ഹൈക്കോടതിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഏത് ഹൈക്കോടതിയാ? ആസാമിന്റെ ഹൈക്കോടതി അല്ലെ. ആസാമിന്റെ ഹൈക്കോടതി എന്ന് പറയാൻ പറ്റില്ല, കുറെ സ്റ്റേറ്റുകളുടെയാണ്. ഏതാണ്? ഗുവാഹത്തി അല്ലെ. ഗുവാഹത്തി ഹൈക്കോർട്ടാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് ഒരു ഹൈക്കോർട്ടിന് പ്രവർത്തിക്കാമെന്നും ഒരു ഗവർണർക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരിക്കാമെന്നും ഇതിലൂടെ മാറ്റം വന്നു. നമുക്കറിയാം ഈ സ്റ്റേറ്റുകൾ പലതും ഉണ്ടാകുന്നതിന് മുമ്പ് ABCD എന്ന രീതിയിലാണ് ഡിവിഷൻ ഉണ്ടായിരുന്നത് അല്ലെ. സോ ഇത് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. പകരം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? ഇവയെ തിരിക്കുകയാണ്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് എന്ത് ചെയ്യുകയാണ്? സംഭവിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത്രയും മാറ്റങ്ങൾ വന്ന അമെൻമെന്റ് ആയിരുന്നു 7th അമെൻമെന്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ 7th അമെൻമെന്റ് ഈ രീതിയിൽ ഓർത്തിരിക്കുക. അടുത്ത ഭാഗത്തേക്ക് പോയാലും നമുക്ക് ഇനി കുറേയധികം പുതിയ അനുച്ഛേദങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കുറേയധികം ആർട്ടിക്കിളുകൾ പറയേണ്ടി വരും. സോ ഞാൻ അത്രയും ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി 9th അമെൻമെന്റ്. ഏതാണ് 9th അമെൻമെന്റ്? 9th അമെൻമെന്റ് എന്താണ്? 9th അമെൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 9th അമെൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1960 എപ്പോഴാണ്? 1960 എന്ത് ചെയ്യുന്നത്? ഈ ഒരു അമെൻമെന്റ് വരുന്നത്. 1960 എന്ത് ചെയ്യുന്നത്? ഈ ഒരു അമെൻമെന്റ് വരുന്നത്. 1960 വരുന്ന ഈ അമെൻമെന്റിൽ എന്താ പറഞ്ഞത് നോക്കൂ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പറയുന്നത് ബെരൂബാറി യൂണിയൻ കേസ്. ഏതാണ്? ബെരൂബാറി യൂണിയൻ കേസ്. എന്താണ് ബെരൂബാറി യൂണിയൻ കേസ്? അതായത് ബെരൂബാറി യൂണിയൻ കേസിന്റെ സമയത്ത്, ഞാൻ ചുരുക്കി പറയാം, ചെറുതായിട്ടൊരു കഥ പറയാണ്. നമ്മളുടെ ആ സമയത്ത് നമുക്കറിയാം അല്ലെ, എന്താണ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് ബംഗ്ലാദേശിന്റെ ഭാഗം എന്താണ് കിടക്കുന്നത്? ബംഗ്ലാദേശിന്റെ സമയം അതും പാകിസ്ഥാനാണ്, അത് ബംഗ്ലാദേശ് അല്ല അല്ലെ. അപ്പോൾ ബെരൂബാറി യൂണിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ത് ചെയ്യുകയാണ്? വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അത് പാകിസ്ഥാനിലേക്ക്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. 1958 എന്ത് ചെയ്യുന്നത്? നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇതിനുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നിട്ട് സെസേഷൻ ഓഫ് ആൻ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ എക്സിക്യൂട്ടീവിന് തീരുമാനിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരികയാണ്. വെറുതെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരികയാണ്. അതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ബെരൂബാറി യൂണിയൻ കേസ് എന്ന് പറഞ്ഞൊരു ലിറ്റിഗേഷൻ ഉണ്ടാവുകയും കോടതി പറയുകയാണ് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല, അമെൻമെന്റിലൂടെ മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ടൊരു ടെറിട്ടറി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് 9th അമെൻമെന്റ് ഉണ്ടാക്കുകയും ബെരൂബാറി യൂണിയൻ എന്ത് ചെയ്യുകയാണ്? വിട്ടുകൊടുക്കുകയും ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി 10th അമെൻമെന്റിലേക്ക് നമുക്ക് പോകാം. 10th അമെൻമെന്റ് 1961 വരുന്നത്. എന്താണ് 10ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നത്? 10ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നത് ദാദ്ര നഗർ ഹവേലി എന്ത് ചെയ്യുകയാണ്? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആരായിരുന്നു? പോർച്ചുഗീസ് അല്ലെ. ഇതൊക്കെ അറിയാമല്ലോ, ഇതൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പോർച്ചുഗീസുകാരുടെ അടുത്ത് നിന്ന് ദാദ്ര നഗർ ഹവേലി എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുകയാണ് അല്ലെ. ഇതൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഇതെല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഇനി 11th അമെൻമെന്റ്, 11ാമത്തെ അമെൻമെന്റ് എന്താ? 1961 ഇത് വരുന്നത്. 1961 വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ജോയിന്റ് സിറ്റിംഗിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജ്, അതായത് ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ട്രൽ കോളേജ് എന്ത് ചെയ്യട്ടെ? ഇലക്ട്രൽ കോളേജ് ആണ് വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അതുവരെ ഒരു ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് നടത്തിയിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന് പകരമായി ഒരു ഇലക്ട്രൽ കോളേജ് ഫോർ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ത് ചെയ്യുകയാണ്? 1961 വരികയാണ് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി 12ാമത്തെ അമെൻമെന്റ് 1962 ഇത് വരുന്നത്. 1962 എന്താ വരുന്നത്? 12ാമത്തെ ഭേദഗതിയിൽ എന്താ വരുന്നത്? ഗോവ, ദാമൻ ആൻഡ് ദിയു ഇവ രണ്ടും എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂണിയനിലേക്ക് യൂണിയൻ ടെറിട്ടറികളായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഗോവ സംസ്ഥാനമാകാൻ, ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ് ആവാൻ പിന്നെയും സമയമെടുക്കേണ്ടതെന്ന് പ്രത്യേകം ആലോചിക്കുക.
ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂണിയനിലേക്ക് എടുക്കുകയാണ്. കൃത്യമാണല്ലോ. ഇതും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം. ഞാനത് അധികം പറയാനായിട്ട് പോകുന്നില്ല. അടുത്തത് 13th അമെൻമെന്റ്, 13ാമത്തെ അമെൻമെന്റ് 1962 തന്നെയാണ്. ഈ സമയത്താണ് നാഗാലാൻഡിന്റെ ഫോർമേഷൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനോടൊപ്പം തന്നെ നാഗാലാൻഡിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൂടി കൊടുക്കുന്നുണ്ട്, ആർട്ടിക്കിൾ 371A. ഈ ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലേ? 371 ആർക്കാണ്? മഹാരാഷ്ട്ര, ഗുജറാത്തിനാണ് പോകുന്നത് അല്ലെ. പിന്നെ 371A നാഗാലാൻഡിൽ തുടങ്ങിയിട്ട് അങ്ങോട്ടും എല്ലാവർക്കും അല്ലെ. 371I ആരാ? ഗോവയാണ് അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ എന്താ പറയുക സ്റ്റാറ്റസുകൾ നമുക്ക് പിന്നീട് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നാഗാലാൻഡിന്റെ ഫോർമേഷൻ നടക്കുന്നത് 13ാമത് അമെൻമെന്റിലൂടെ ആയിരുന്നു. ഇനി 14th അമെൻമെന്റ് എന്തിനെ കുറിച്ചായിരുന്നു? 1962 പുതുച്ചേരി വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ അല്ലെ. പുതുച്ചേരി എന്ത് ചെയ്യുകയാണ്? ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. യൂണിയൻ ടെറിട്ടറീസ് ആയിക്കൊണ്ട് ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, ഗോവ ആൻഡ് ദിയു ആൻഡ് പോണ്ടിച്ചേരി ഇവർക്കൊക്കെ എന്ത് ചെയ്യുകയാണ്? ഇവർക്കൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുകയാണ്? ലെജിസ്ലേച്ചറുകൾ എന്ത് ചെയ്യുകയാണ്? കൊടുക്കുകയാണ്. ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുകയാണ്. ആർട്ടിക്കിൾ 239A പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, ഗോവ, ദിയു ആൻഡ് പോണ്ടിച്ചേരി ഇവർക്ക് എന്ത് ചെയ്യുന്നു? ലെജിസ്ലേച്ചറുകളും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ലഭ്യമാക്കുന്നു 239A പ്രകാരം. 239A പ്രകാരമാണ് പിന്നീട് ഡൽഹിക്ക് എന്ത് ചെയ്യുന്നത്? തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലെജിസ്ലേച്ചറും മറ്റും കൊടുക്കുന്നത് അല്ലെ. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 15th അമെൻമെന്റിലേക്ക് പോവുകയാണ്. 15ാമത് അമെൻമെന്റിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? 15ാമത്തെ അമെൻമെന്റിൽ സംഭവിക്കുന്നത് 963 ആയിരിക്കുന്നു. ഏതായിരിക്കുന്നു? 963 ആയിരിക്കുന്നു. നോക്കൂ, 13ാമത്തെ അമെൻമെന്റ് മുതൽ ഈ സമയം മുതൽ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദിന്റെ കാലാവധി തീർന്നിട്ടുണ്ട്. പകരം ആര് വന്നിട്ടുണ്ട്? രാധാകൃഷ്ണനാണ് ഇപ്പോൾ പ്രസിഡന്റ്. ഓക്കെ, രാധാകൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത്? ഈ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 15ാമത്തെ വരുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് പ്രസിഡന്റ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രസിഡന്റ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം, റിട്ടയർമെന്റ് ഏജ് 60ൽ നിന്നും 62 ആക്കിയിട്ട് ഉയർത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് 60ൽ നിന്ന് 62 ആക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? മാറ്റുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ റിട്ടയർമെന്റ് ഏജ് വർദ്ധിപ്പിച്ചതിനോടൊപ്പം തന്നെ ഹൈക്കോടതികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ജഡ്ജിയെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതികളുടെ സിറ്റിംഗിൽ വേണമെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെക്കാം എന്ന് ആർട്ടിക്കിൾ 224A എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? 224A എന്താണ് പറയുന്നത്? വേണമെങ്കിൽ വിരമിച്ച ഒരു ജഡ്ജിയെ എന്ത് ചെയ്യാം? ഹൈക്കോടതിയുടെ സിറ്റിംഗിന് വേണ്ടിയിട്ട് വിളിക്കാം എന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും വരുന്നത് എവിടെയാണ്? 15th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് വരുന്നത്. 15th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് വരുന്നത്. ഇനി 19th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 966 ആയിരിക്കുന്നു. 966 ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രധാനമന്ത്രി ആയിട്ടുള്ള നെഹ്റു മരണപ്പെട്ടിട്ടുണ്ട്. ഇനി നോക്കൂ എന്തൊക്കെയാണെന്ന്. ഇലക്ഷൻ ട്രിബ്യൂണലുകൾ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ഇലക്ഷൻ ട്രിബ്യൂണലുകളിൽ നിന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഹൈക്കോടതിയാണ് ഇനി എന്ത് ചെയ്യുക? ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റീഷനുകൾ കേൾക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റീഷനുകൾ ആരാണ് കേൾക്കുക? ഇനി കേൾക്കുന്നത് ആരായിരിക്കും? ഹൈക്കോടതി ആയിരിക്കും എന്ന രീതി എന്ത് ചെയ്യുകയാണ്? പിന്നീട് വരികയാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി അടുത്തത് 21st അമെൻമെന്റ്. ഇത് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് പലപ്പോഴും കേട്ടോ. ഇലക്ഷൻ പെറ്റീഷൻസ് ആർക്കാണ് കേൾക്കാൻ പറ്റുക? ഹൈക്കോടതി എന്ന് പ്രത്യേകം ആലോചിക്കണം. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ള ഒരു ഭാഗമാണ്. അടുത്തത് പോട്ടെ, നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21st അമെൻമെന്റ്. 21st അമെൻമെന്റ് 967 വരുന്നത്. 967 ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി അല്ലെ. VV ഗിരി ആയിരുന്നു പ്രസിഡന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ്? സിന്ധി എന്ന് പറയുന്ന ഭാഷ 8th ഷെഡ്യൂളിലേക്ക് എന്ത് ചെയ്യുന്നു? ഔദ്യോഗിക ഭാഷയായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ ഔദ്യോഗിക ഭാഷയായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഭാഷ ആഡ് ചെയ്യപ്പെടുന്നത് 8th ഷെഡ്യൂളിലേക്ക് ഒരു ഭാഷ ആഡ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു അല്ലെ. അമെൻഡ് ചെയ്യപ്പെട്ടിട്ട് ഒരു പുതിയ ഭാഷ ആഡ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. സോ സിന്ധിയാണ് ഈ രീതിയിൽ ആഡ് ചെയ്യപ്പെടുന്ന ആദ്യ ഭാഷ. 21ാമത് അമെൻമെന്റിലൂടെയാണ് 8th ഷെഡ്യൂളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ 967 ഒരു ഭാഷ ആദ്യമായിട്ട് ആഡ് ചെയ്യപ്പെടുന്നത്. അടുത്ത അമെൻമെന്റ് നോക്കൂ, 24th അമെൻമെന്റ്. ഏതാണ്? 24th അമെൻമെന്റ്. 24th അമെൻമെന്റ് 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഒരെണ്ണമാണ് ഞാനിവിടെ എഴുതിയിട്ടത്, രണ്ടാമത്തെ കൂടി പറയാം. ഒന്നാമത്തെ കാര്യം, പ്രസിഡന്റ്സ് അസെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ മെയ്ഡ് കമ്പൽസറി. അതായത്
ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ കുറിച്ച്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് രണ്ട് സഭകളും സെപ്പറേറ്റ് പാസ്സാക്കണം അല്ലെ, സെപ്പറേറ്റ് പാസ്സാക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് പാസ്സായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഹി ഷുഡ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, അസെന്റ് ചെയ്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മറ്റ് ബില്ലുകളെ പോലെയല്ല, ഭരണഘടനാ ഭേദഗതിയുടെ മുകളിൽ പ്രസിഡന്റിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അസെന്റ് ചെയ്യണമെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ പറയുക കൂട്ടുകാർക്ക്? ഇതേ 24ാമത് ഭരണഘടനാ ഭേദഗതി, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ലിറ്റിഗേഷൻസ്, പ്രധാനപ്പെട്ട കുറെ കേസുകളുണ്ട്. നമുക്കതൊക്കെ പറയാം. കേശവാനന്ദ ഭാരതിയൊക്കെ ഉൾപ്പെടെ നമ്മൾ ഏതാണ്ട് എന്ത് ചെയ്യും, ഏറ്റവും തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്യും, പല കേസുകളായിട്ട് എടുത്ത് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഈ 24th അമെന്റ്മെന്റ് ഒക്കെ സംസാരിക്കും. ഓക്കെ, അത് മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും ആ ക്ലാസ്. എങ്കിലും ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇതേ 24th അമെന്റ്മെന്റിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് 24th അമെന്റ്മെന്റ് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടെ, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗവും അമെന്റ് ചെയ്യാൻ പാർലമെന്റിന് അവകാശമുണ്ട് എന്ന് നിയമമുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയിരുന്നു 24th അമെന്റ്മെന്റ്. മനസ്സിലായോ? അപ്പോൾ പാർലമെന്റിന്റെ അവകാശങ്ങൾ, ശക്തികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഒരു അമെന്റ്മെന്റ് ആയിരുന്നു 24th അല്ലെ. കാരണം എന്താണ്? പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ എന്ത് ചെയ്യരുത്, ഇനി തള്ളാൻ പറ്റില്ല. അപ്പോൾ പാർലമെന്റിന് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ മുകളിൽ ഒരു വീറ്റോ കിട്ടി. ഓൾസോ പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗവും എന്ത് ചെയ്യാൻ പറ്റും, അമെന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെയുള്ള രണ്ട് മാറ്റങ്ങൾ വന്ന അമെന്റ്മെന്റ് ബില്ലായിരുന്നു ഏതെന്ന് പറയുന്നത്, 24th അമെന്റ്മെന്റ് ബില്ല് 971. എപ്പോഴാണ്? 971. ഇനി 25th അമെന്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 71 തന്നെ എന്ത് ചെയ്യുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി വാസ് കർട്ടെയിൽഡ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു പ്രോപ്പർട്ടിയുടെ മേലുള്ള ഫണ്ടമെന്റൽ റൈറ്റിൽ എന്ത് ചെയ്യുകയാണ്, ചെറിയ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളത് 44th അമെന്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യരുത്, കൺഫ്യൂസ് ചെയ്യരുത്. 26th അമെന്റ്മെന്റിലേക്ക് പോകൂ. 26th അമെന്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, സിംബോളിക് ആയിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുള്ള ഒരു ഒരു സ്റ്റെപ്പായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ പല രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഓപ്പോസിഷൻ പാർട്ടികളെയൊക്കെ ഫണ്ട് ചെയ്തിരുന്നത് പലപ്പോഴും നാട്ടുരാജാക്കന്മാരും, അങ്ങനെ പല ആളുകളും പണ്ടത്തെ നാട്ടുരാജാക്കന്മാർ കേട്ടോ, അങ്ങനെ പല ആളുകളും എന്ത് ചെയ്തിരുന്നു, ഓപ്പോസിഷനിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഫണ്ടിങ് ഒക്കെ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാം കേട്ടോ, ഒരു കാര്യം പറയുകയാണ് ഞാൻ. അപ്പൊ ഇത് ഇന്ദിരാഗാന്ധിയെ വല്ലാണ്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു എന്നും ഇതാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വേഗം നയിച്ചത് എന്നും, ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് എന്താ പറയുക രീതികളിൽ വിശ്വസിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ഈ ഒരു രീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നും, കാരണം ബാങ്ക് നാഷണലൈസേഷൻ ഒക്കെ നടക്കുന്ന കാലഘട്ടമാണല്ലോ. ഇങ്ങനെയുള്ള പല വെർഷനുകൾ എന്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ രാജ്യങ്ങൾ ഏറ്റെടുത്ത സമയത്ത് കൊടുത്തിരുന്ന പ്രിവി പേഴ്സും പ്രിവിലേജുകളും എന്ത് ചെയ്യുകയാണ്, അബോളിഷ് ചെയ്യപ്പെടുകയാണ്. അതായത് നാട്ടിൽ രണ്ട് രീതിയിലുള്ള ആളുകൾ ആവശ്യമില്ല. രാജാക്കന്മാർക്ക് ഇത്രയും കാലം എന്ത് ചെയ്തു, പ്രിവി പേഴ്സും പ്രിവിലേജുകളും കൊടുത്തിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിവി പേഴ്സുകളും പ്രിവിലേജുകളും എന്ത് ചെയ്യുന്നു, നിർത്തലാക്കപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? സോ 26th അമെന്റ്മെന്റ് ആ രീതിയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇനി 29th അമെന്റ്മെന്റ് ഉണ്ട്. ഇത് കേരളത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? കേരളം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം റിലേറ്റഡ് ആയിട്ടുള്ള കേരളം പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, സംരക്ഷണം ലഭിക്കുകയാണ്. എങ്ങനെയാ സംരക്ഷണം ലഭിക്കുക? 9th ഷെഡ്യൂളിന്റെ ഉള്ളിൽ ഇതിനെ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 9th ഷെഡ്യൂളിന്റെ കഥ. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളം നടപ്പിലാക്കിയ നിയമത്തിനെ 9th ഷെഡ്യൂളിന്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുകയും അതിനെ എന്ത് ചെയ്യുകയാണ്, അതിനെ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുകയാണ് 29th ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഓക്കെ അല്ലേ? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ 31st അമെന്റ്മെന്റ് ആണ് വരുന്നത്. 31st അമെന്റ്മെന്റ് ഓഫ് 1972. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ലോക്സഭാ സീറ്റ്സ് എന്ത് ചെയ്യുന്നു, 525 ആയിരുന്നതിൽ നിന്ന് 545 ആക്കിയിട്ട് വർദ്ധിപ്പിക്കുകയാണ്. 1972 എന്ത് ചെയ്യുന്നു, 71 എന്ത് നടക്കും, സെൻസസ് നടക്കും അല്ലെ. 525 നിന്ന് 545 ആയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇതിനെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇനി 35th അമെന്റ്മെന്റ്, 35th 36th ഒരേ ആളുമായിട്ട് ബന്ധമുള്ളതാണ്, സിക്കിമുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
സിക്കിമിലെ ആളുകൾക്ക് എന്താണ്, ഇന്ത്യയിലേക്ക് ചേരണം എന്നായിരുന്നു സിക്കിമിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹം. സിക്കിം അപ്പൊ എന്ത് ചെയ്യുകയാണ്, സിക്കിം അതുവരെ ഒരു പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് നിന്നിരുന്നത്. ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് ആക്കാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ് സ്റ്റേറ്റ് ആയിട്ടില്ല, അസോസിയേറ്റ് സ്റ്റേറ്റ് ആക്കിയതാണ് 35th അമെന്റ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, 35th അമെന്റ്മെന്റ് എന്ന് പറഞ്ഞ ഏതാണ്, അസോസിയേറ്റ് സ്റ്റേറ്റ് ആക്കാനായിട്ടുള്ള തീരുമാനമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു റഫറൻഡം നടക്കുകയും, ഒരു സ്പെഷ്യൽ റഫറൻഡം നടക്കുകയും ജനങ്ങൾക്ക് അത് പോരാ എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകണമെന്ന് അവർ പറയുകയും, നടത്തുന്ന റഫറൻഡത്തിൽ 97% ആളുകളും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരണമെന്ന് അഭിപ്രായപ്പെടുകയും, തൽഫലമായി 975 36ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിം ഇന്ത്യയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. സിക്കിം എന്തായിട്ട് മാറുകയാണ്, ഇന്ത്യയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള മുഴുവൻ സമയമായിട്ടുള്ള ഒരു പൂർണ്ണ സംസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നു, സിക്കിം മാറുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 35, 36 അമെന്റ്മെന്റുകൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്താണിത്, 42ാമത് ഭരണഘടനാ ഭേദഗതി. അടിയന്തരാവസ്ഥയുടെ സമയത്ത് വന്ന ഒരു ബില്ലാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി. ഈ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ്. ഒരു കുഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അത്രയധികം മാറ്റങ്ങളും അഡീഷനുകളും കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു 42ാമത് ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന പോലെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷന്റെ എഫക്റ്റ് ആണ് നമ്മുടെ പൊളിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ ഡയറക്ട്ലി ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇനി ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷന്റെ എഴുതലിലൂടെ എവിടെയെല്ലാമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് പ്രിയാമ്പിളിൽ വന്ന മാറ്റങ്ങൾ 3 കാര്യങ്ങളാണ് ആഡ് ചെയ്യപ്പെടുന്നത്, അല്ലെ. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യപ്പെടുന്നു. സോഷ്യലിസ്റ്റും സെക്യുലാറും നിങ്ങൾ ഓർത്ത് വെക്കുമായിരിക്കും. ഇന്റഗ്രിറ്റി ആണോ, ഫ്രട്ടേണിറ്റി ആണോ, യൂണിറ്റി ആണോ, അല്ലെ. ഇതിലൊരു സംശയം വരും. ആരുടെ സമയത്താ ഇത് മാറ്റം വരുത്തുന്നേ, ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്, അല്ലെ. ഇന്ദിരാഗാന്ധിയുടെ സമയത്തല്ലേ. അപ്പൊ ഇൻ ഫോർ ഇന്റഗ്രിറ്റി, ഇന്ദിരാഗാന്ധി എന്നുള്ളത് IN, ഇന്റഗ്രിറ്റി എന്ന് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. സോ സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. എവിടേക്ക്, പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, 42nd അമെന്റ്മെന്റ് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 976 എന്നല്ല, 1977 ജനുവരി 3-ാം തീയതി, 1977 ജനുവരി 3-ാം തീയതിയാണ്, ജനുവരി 3-ാം തീയതിയാണ് 42ാമത് അമെന്റ്മെന്റ് നിലവിൽ വരുന്നത്. ഇത് പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി ഈ 42ാമത് ഭരണഘടനാ ഭേദഗതിയിലേക്ക് നയിച്ച കമ്മിറ്റിയുടെ പേര് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്തിലേക്ക് നയിക്കുന്നത്, ഈ 42ാമത് ഭേദഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. സോ സ്വരൺ സിംഗ് കമ്മിറ്റി ആലോചിക്കുക. നിലവിൽ വന്നത് 977 ജനുവരി 3-ാം തീയതിയാണ് എന്ന കാര്യവും ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ആദ്യത്തെ മാറ്റം നമ്മൾ പറഞ്ഞല്ലോ, പ്രിയാമ്പിളിൽ കൊണ്ടുവന്ന 3 വാക്കുകളുടെ അഡിഷനുകൾ. ഒരു കാര്യം കൂടി ചേർത്ത് ആലോചിക്കുക, പ്രിയാമ്പിള് ഓൺലി വൺസ്, ഒരൊറ്റ തവണ മാത്രമേ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 976 അമെന്റ്മെന്റിലൂടെയായിരുന്നു. ഓൺലി വൺസ് this preamble has been amended, that happened during the 42nd constitutional amendment of India. ഓക്കെ ആണല്ലോ, സംശയങ്ങൾ ഉണ്ടാവരുത്. ഇനി 7th ഷെഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ 7th ഷെഡ്യൂളിൽ 5 സബ്ജക്റ്റുകൾ. 7th ഷെഡ്യൂളിൽ എന്താ കിടക്കുന്നത്? സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അല്ലെ. കൺകറന്റ് ലിസ്റ്റും ഉണ്ട്, അല്ലെ. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അല്ലെ. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു, കൺകറന്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യപ്പെടുന്നു, കൺകറന്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെയാണിവ? ചോദ്യം പലതവണ വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഈ രീതിയിലെ 5 സബ്ജക്റ്റുകളാണ്, 5 എണ്ണമാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ രീതിയിൽ സ്റ്റേറ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നത് ഈ രീതിയിലെ 5 എണ്ണമാണ്.
ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഇമ്പോർട്ടന്റ് ആണ്, ഈ 5 ഓർത്ത് വെച്ചിരിക്കണം. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫോറസ്റ്റുകൾ ഏതിന്റെ അടിയിലാണെന്ന് ഡയറക്ട്ലി ചോദിക്കും. എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് മാത്രം ഇങ്ങനെ ചോദ്യം വരുന്നത്? കാരണം ഇതാണ്. എഡ്യൂക്കേഷൻ ഏതാണെന്ന് പലതവണ ചോദ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം എഡ്യൂക്കേഷനും ഫോറസ്റ്റും വെയിറ്റ് ആൻഡ് മെഷേഴ്സും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സും ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ, കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തലാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ജനങ്ങൾ അവകാശങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് ബഹളം വെക്കുകയാണ്, സ്വന്തം ഡ്യൂട്ടികളൊന്നും അവർക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒരു തോന്നൽ വരികയും 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടെയുള്ള 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് എന്ത് ചെയ്തു? 11ാമത്തെ ഒരെണ്ണം കൂടി റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി പാർലമെന്റുമായി ബന്ധപ്പെട്ട് ചില കാതലായ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ അമെൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ആദ്യമായിട്ട് പ്രസിഡന്റിനെ എന്ത് ചെയ്യുകയാണ്? പ്രസിഡന്റ് വാസ് ബോണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ്. അതായത് ക്യാബിനറ്റ് പ്രസിഡന്റിനോട് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അത് നിരാകരിക്കാൻ പറ്റില്ല, പ്രസിഡന്റ് നടപ്പിലാക്കിയിരിക്കണം എന്ന് പറയുന്ന ഒരു മാറ്റം എന്ത് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രസിഡന്റ് വാസ് മെയ്ഡ് ബോണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് അത് യെസ് പറഞ്ഞ് ഓക്കെ നടപ്പിലാക്കണം, പ്രസിഡന്റിന് എതിർക്കാൻ പറ്റില്ല. ഒരു കഥ കൂടി ഞാൻ ജസ്റ്റ് പറയാം. ഈ 42nd അമെൻമെന്റിൽ ഗവൺമെന്റിന്റെ, ഇന്ദിരാഗാന്ധിയുടെ സമയമായിരുന്നല്ലോ, ഗവൺമെന്റിന്റെയും പാർലമെന്റിന്റെയും അധികാരങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചൊരു അമെൻമെന്റ് ആയിരുന്നു 42nd. ഇതിൽ വന്ന പല പവർ ബാലൻസും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച അമെൻമെന്റ് ആയിരുന്നു 44th അമെൻമെന്റ്. അത് 42nd വന്ന പല ഇഷ്യൂസും 44th എന്ത് ചെയ്തു? ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. എല്ലാം എന്നല്ല, പലതും. അതുപോലെ തന്നെ 44th എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ജനതാ ഗവൺമെന്റിന്റെ സമയത്താണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് താഴെ വീണ് ജനതാ ഗവൺമെന്റ് വരുമ്പോഴാണ് 44th അമെൻമെന്റ് വരുന്നത്. 44th എന്തും ശ്രമിക്കുന്നുണ്ട്? അടിയന്തരാവസ്ഥ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള പല മാറ്റങ്ങളും അതിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ 42nd വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് തന്നെ, പ്രസിഡന്റ് ക്യാബിനറ്റിന്റെ അഡ്വൈസിൽ ബൗണ്ട് ആണ് എന്നുള്ളതിൽ ചെറിയൊരു ചേഞ്ച് 44th കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നു അറിയ കൂട്ടുകാർക്ക്? പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ അഡ്വൈസ് ഒരു തവണ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയാം. മനസ്സിലാവുന്നുണ്ടോ? റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയാം. പക്ഷേ എന്നിട്ടും ഇവർ അതേ അഡ്വൈസ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഇത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 44th എന്ത് ചെയ്തു? പ്രസിഡന്റിന് തന്റെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസിഡന്റ് ഇതുപോലെ ഒരു നിർദ്ദേശത്തിന് തിരിച്ചയക്കുക എന്നൊക്കെ അത് വലിയ ന്യൂസ് ആവും, അത് രാജ്യത്ത് ചർച്ചയാവും. അപ്പൊ ആളുകൾ തന്നെ എന്ത് പറയും? നോക്കൂ, പ്രസിഡന്റിന് തന്നെ വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു സാധനമാണോ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എതിരെ ഒരു വാക്ക് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ ഒരു സ്പേസ് പ്രസിഡന്റിന് എന്ത് ചെയ്യുന്നു? 44th അമെൻമെന്റ് കൊടുക്കുന്നുണ്ട്. ഈ 42nd അമെൻമെന്റ് കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് ലൈറ്റ് ആക്കുന്നുണ്ട് 44th. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യുകയാണ്? ഇലക്ടഡ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ തീർച്ചയായും പ്രസിഡന്റ് ചെയ്യണം അല്ലെ. അത് അങ്ങനെ ഒരു വർഷം കൂടി എന്ത് ചെയ്യുന്നു? അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ബാലൻസ് കൊണ്ടുവരികയാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, പാർലമെന്റിൽ വന്ന മാറ്റം. DPSPs പ്രസിഡൻസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും DPSPs നടപ്പിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നിയമം, DPSPs നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിയമം, ഒരു ലോ എന്ത് ചെയ്യുന്നു? പാസ്സാക്കുമ്പോൾ അത് ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരായി പോവുകയാണെങ്കിൽ അത് പ്രശ്നമല്ല എന്ന് ഈ അമെൻമെന്റ് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിയമം, അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സച്ച് ലോസ് ഈസ് ബിയോണ്ട് ജുഡീഷ്യൽ റിവ്യൂ എന്നും ഈ അമെൻമെന്റ് പറയുകയാണ്. അപ്പൊ DPSPs ഏതെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മറികടക്കാൻ പറ്റുമെന്നും അതിനെ ചോദ്യം ചെയ്യാനായിട്ട്, ആ ലോയിനെ ചോദ്യം ചെയ്തിട്ട് കൊണ്ട് കോടതിയിൽ പോകാൻ പറ്റില്ല, ജുഡീഷ്യൽ റിവ്യൂവിന് ബിയോണ്ട് ആണ് അത് എന്നും എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഇത് പറയുകയാണ്. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് കോടതി ഇടപെടലിലൂടെയും ബാക്കി ഇടപെടലുകളിലൂടെയും പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈലൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പിൻവലിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിസ്ക്രിഷണറി പവേഴ്സ് ടു സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർക്കും സ്പീക്കർക്കും ഡിസ്ക്രിഷണറി പവറുകൾ ലഭ്യമാകുന്നു. ലോകസഭയുടെ ടേം അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ടേമുകൾ 5 നിന്നും 6 വർഷമായിട്ട് ഉയർത്തുന്നു. ഇതും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? പിൻവലിക്കപ്പെടുന്നുണ്ട്. ഓൾസോ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ലോകസഭയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും സീറ്റുകളുടെ എണ്ണം 1971 എണ്ണം അനുസരിച്ച്, അതിലെ സെൻസസ് അനുസരിച്ച് ഫ്രോസ് ചെയ്യപ്പെടുകയാണ്. 2001 വരേക്കും ഇനി എങ്ങനെയാണ്? നിലവിലുള്ള അതേ നമ്പർ ഓഫ് സീറ്റ് മതി. കാരണം എന്താ? സദേൺ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുകയാണ്? കേരളം, തമിഴ്നാട് ഇവരൊക്കെ ജനസംഖ്യയുടെ നിരക്ക് കുറയ്ക്കുകയും നോർത്തേൺ സ്റ്റേറ്റുകൾ അതിലധികം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ സദേൺ സ്റ്റേറ്റ് ഇന്ത്യ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സദേൺ സ്റ്റേറ്റ് ചെയ്യുകയാണ്.
അതിന്റെ പേരിൽ എന്താണ് ജനസംഖ്യ കുറയുന്നു എന്നും ആ കുറഞ്ഞ ജനസംഖ്യ കാരണം അവരുടെ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ എന്താണ് പെർസെന്റേജ് കുറയുകയും ചെയ്യുന്നു എന്ന് വരികയാണ് അല്ലെ. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അത് നല്ല കാര്യം ചെയ്ത ആളുകളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് കണ്ടുകൊണ്ട് 1971 കണക്ക് പ്രകാരം ഇനി 2001 വരെ എന്ത് ചെയ്താൽ മതി, സീറ്റുകൾ നിലനിർത്തിയാൽ മതി എന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെ നമ്പർ ഓഫ് ലോക്സഭ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റ്സ് വെർ ഫ്രോസൺ. എപ്പോ? 2001 വരെ. ഏത് അമെന്റ്മെന്റിലാണ് നടന്നത്? 42ാമത് അമെന്റ്മെന്റിലാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇറ്റ് കർട്ടെയിൽഡ് ജുഡീഷ്യൽ റിവ്യൂ പവർ ഓഫ് ഹൈക്കോർട്ട്സ്. അതുപോലെ തന്നെ ട്രിബ്യൂണലുകളെ സൃഷ്ടിക്കുന്നതും 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. പാർട്ട് 14A ആഡ് ചെയ്യപ്പെടുകയും ആർട്ടിക്കിൾ 323A 323B ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ആർട്ടിക്കിൾ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ കുറിച്ച്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളാണ് 323A എന്നുണ്ടെങ്കിൽ. അതർ ട്രിബ്യൂണലുകളാണ്, അതായത് ഇപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെ, ലാൻഡ് റിഫോമുകൾ റിലേറ്റഡ് ആയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണലുകളാണ് 323B ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ 323A 323B അതർ ട്രിബ്യൂണലുകളുമാണ് നമുക്ക് വരുന്നത്. സോ പാർട്ട് 14A ആഡ് ചെയ്യപ്പെടുന്നു 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 323A 323B അതിൽ ഉള്ളത് എന്ന് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി DPSPകളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. DPSPs എന്ത് ചെയ്യുകയാണെന്നറിയോ? 3 പുതിയ DPSPs ആഡ് ചെയ്യപ്പെടുകയും ഒരെണ്ണം അമെൻഡ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം എന്ത് ചെയ്യുന്നു? അമെൻഡ് ചെയ്യപ്പെടുന്നു. 39A 43A 48A എന്നിങ്ങനെ 3 എണ്ണം എന്ത് ചെയ്യപ്പെടുകയാണ്? ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. 39 എന്താ? ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു അമെന്റ്മെന്റ് വരുന്നു. 39A പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നു. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. ഇത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. 39A എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ആഡ് ചെയ്യപ്പെട്ടത്? ഇതിലാണോ ഇതിലല്ലേ എന്ന രീതിയിൽ പല തവണ ചോദ്യം വന്നിട്ടുണ്ട്. 39A ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. 43A എന്താ പറയുന്നത്? ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രികളുടെ മാനേജ്മെന്റിൽ വർക്കേഴ്സിനും എന്ത് ചെയ്യണം? പങ്ക് വേണമെന്ന് പറയുന്നു. 48A എന്താണ്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പ്രകൃതി സംരക്ഷണം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. പ്രൊജക്ട് ടൈഗർ പോലുള്ള കാര്യങ്ങൾ വരുന്നു. ഇന്ദിരാഗാന്ധി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പല ഉച്ചകോടികളിലും പങ്കെടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇൻഡസ്ട്രികളിലേക്ക് ഇവരെ എന്താണ് വർക്കേഴ്സിന്റെ മാനേജ്മെന്റിൽ വർക്കേഴ്സിന്റെ പങ്ക് ഉറപ്പുവരുത്തുന്നതും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷനുകളൊക്കെ ആ കാലഘട്ടവുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ DPSPസിൽ ഈ രീതിയിൽ മാറ്റം വരുത്തുന്നു. ഒരെണ്ണം അമെൻഡ് ചെയ്യുന്നു, 3 എണ്ണം എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യപ്പെടുന്നു. മൊത്തത്തിൽ 4 എണ്ണത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ വരുന്നത് എന്ന് ആലോചിക്കുക. അടുത്ത എന്താണെന്ന് നോക്കൂ. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി മേ ബി ആപ്ലിക്കബിൾ ടു ദ എൻറ്റയർ കൺട്രി ഓർ ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ മാത്രം ബാധിക്കുന്ന വിധത്തിലും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാമെന്ന് എന്ത് ചെയ്യുന്നു? ഒരു മാറ്റം കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഓൾസോ പ്രസിഡന്റിന്റെ റൂള് പ്രഖ്യാപിക്കപ്പെട്ടാൽ, പ്രസിഡന്റ്സ് റൂൾ പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? പ്രസിഡന്റ്സ് റൂൾ പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് സാധാരണ 6 മാസത്തേക്കാണ് പ്രഖ്യാപിക്കപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് 1 ഇയറിലേക്കായിട്ട് വർദ്ധിപ്പിച്ചു. അതായത് ഒരിക്കൽ പ്രസിഡന്റ്സ് റൂൾ പ്രഖ്യാപിച്ചാൽ 1 വർഷം എന്ത് ചെയ്യും? അത് നീണ്ടു നിൽക്കുമെന്ന് മാറ്റി. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്ത തവണ തന്നെ ഇത് എന്ത് ചെയ്യുന്നു? പിൻവലിക്കപ്പെടുന്നുണ്ട്. ഇത് ബാക്ക് ടു 6 months തന്നെ ആക്കപ്പെടുന്നുണ്ട് 44th അമെന്റ്മെന്റിൽ. മനസ്സിലാവുന്നത്? അത് നമ്മൾ അവിടെ ആ ഭാഗത്ത് നമുക്ക് കാണാം. ഇനി ഡ്യൂറിങ് അപ്പൊ ഇത് പ്രത്യേകം ആലോചിക്കണേ. 1 time ഡ്യൂറേഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ ഇൻക്രീസ് ടു 1 year. 1 വർഷമായി ഉയർത്തിയിരുന്നു. 6 മാസമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് 1 വർഷമായി ഉയർത്തി. പിന്നീട് അത് തിരിച്ചെന്തിലേക്ക് തന്നെ ആക്കുന്നുണ്ട്? 6 മാസത്തേക്ക് തന്നെ പിന്നീട് ആക്കപ്പെടുന്നുണ്ട് എന്നും കൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡ്യൂറിങ് an എക്സ്റ്റേണൽ എമർജൻസി. ഒരു എക്സ്റ്റേണൽ എമർജൻസി എന്താ? അതായത് പണ്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലെ, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് വേഗമായിട്ട് എഴുതിയിട്ടായിരുന്ന ഭാഗം ഉണ്ടായിരുന്നു അല്ലെ. ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എമർജൻസിയുടെ കാര്യം അല്ലെ. അല്ലാണ്ട് വാർ ആണ് എന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെ,
ഈ രണ്ട് കാര്യങ്ങളുടെ പ്രകാരമാണ്, ഒരു യുദ്ധം പ്രകാരമോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു രാജ്യം അഗ്രഷൻ കാണിക്കുന്ന കാരണമോ ആണ് എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെ. ഇപ്പൊ ചൈന വാർ, പാകിസ്ഥാൻ വാർ, ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്. ഈ കാരണം കൊണ്ട് എമർജൻസി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അവയാണ് എക്സ്റ്റേണൽ എമർജൻസി. മനസ്സിലാവുന്നുണ്ടോ? ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന അല്ലെ, പിന്നീട് അത് എന്താക്കി മാറ്റി, ആംഡ് റെബല്യൻ എന്ന് ചേഞ്ച് വരുത്തി അല്ലെ, ആംഡ് റെബല്യൻ എന്ന് ചേഞ്ച് വരുത്തി. ഇതാണ് കാരണം എന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ എമർജൻസി, എക്സ്റ്റേണൽ എമർജൻസി അല്ല. മനസ്സിലാവുന്നുണ്ടോ? എക്സ്റ്റേണൽ എമർജൻസി അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഈ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എക്സ്റ്റേണൽ എമർജൻസിയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 358 എന്ത് പറയുന്നു? ആർട്ടിക്കിൾ 19 ഓൾറെഡി സസ്പെൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ സംബന്ധിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എക്സ്റ്റേണൽ എമർജൻസി പ്രകാരം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു അടിയന്തരാവസ്ഥ സമയത്ത് സംരക്ഷിക്കപ്പെടില്ല എന്നും ഓട്ടോമാറ്റിക്കലി അതിന്റെ മുകളിൽ എന്താണ് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക? കൂട്ടുകാര് ആലോചിക്കാനായിട്ട് കൂട്ടുകാര് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അപ്പോൾ ഇത്രയധികം മാറ്റങ്ങളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ 42nd അമെൻമെന്റിലൂടെ കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ആയിരിക്കും. താങ്ക് യു എവരി വൺ. കൂട്ടുകാരെ, നമ്മളപ്പോൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ചിട്ടുള്ള സംസാരത്തിലായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഭരണഘടനയാണ്, അറിയപ്പെടുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് 44ാമത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. 44th അമെൻമെന്റിനെ കുറിച്ചാണ്. 978 ഈ ഭേദഗതി വരുന്നത്. നോക്കൂ, ഞാൻ ഏത് വർഷം എന്ന് ഞാൻ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. എല്ലാ അമെൻമെന്റിന്റെയും ഉള്ളിൽ നേരെയായിട്ട് അതിന്റെ വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. സോ വാട്ട് വാസ് ബേസിക്കലി ദ 44th അമെൻമെന്റ്? ഇറ്റ് വാസ് എ റെസ്പോൺസ് ടു ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 42ാമത് ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുണ്ടായിരുന്ന എക്സിക്യൂട്ടീവിൻ്റെ, പാർലമെന്റിൻ്റെ അല്ലെ, ജുഡീഷ്യറിയുടെ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് 42ാമത് ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുണ്ടായിരുന്ന പല മാറ്റങ്ങളും എന്ത് ചെയ്യുകയായിരുന്നു? ശരിയാക്കുന്നതിന്, ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന്, ചിലതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ് ആയിരുന്നു 44ാമത് ഭരണഘടനാ ഭേദഗതി എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ആരായിരുന്നു പ്രധാനമന്ത്രി ആ സമയത്ത്? മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. എന്തായിരുന്നു പ്രധാനമായിട്ട്? കാരണം ഒരിക്കലും ചോദ്യം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഈ കൺസെപ്റ്റ് അറിയുമോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ചോദ്യം ഒരിക്കലും വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വാചകം ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ടു റിവേഴ്സ് പ്രൊവിഷൻസ് ദാറ്റ് ഗ്രാൻറ്റഡ് എക്സസീവ് പവേഴ്സ് to the executive and undermined fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരുപാട് പവറുകൾ എന്ത് ചെയ്യുകയാണ്? താഴത്തേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെതായിട്ടുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തിയിരുന്നു. എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്താ പറയുക, ഗവൺമെന്റിന് ധാരാളം പവറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിക്കാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സ്പീക്കറുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷനുകളിൽ കോടതികൾക്ക് ഇടപെടാൻ പറ്റുന്നതിനുള്ള ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ജുഡീഷ്യറിയുടെ മുകളിൽ കൊണ്ടുവരുന്നു. പാർലമെന്റിന് അധികാരങ്ങൾ കൂടുന്നു, എക്സിക്യൂട്ടീവിന് അധികാരങ്ങൾ കൂടുന്നു. ഈ രീതിയിൽ കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളെ റിവേഴ്സ് ചെയ്യുക എന്നതായിരുന്നു 44ാമത് അമെൻമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓൾസോ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം വാസ് ടു അവോയ്ഡ് അനദർ എമർജൻസി. ഇനി മറ്റൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അവോയ്ഡ് ചെയ്യുക. ഇനിയൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് വെരി ടഫ്, വളരെയധികം എന്ത് ചെയ്യുക? ടഫായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കാൻ പാടുള്ളൂ? ഒരു നാഷണൽ എമർജൻസി ഇനി പ്രഖ്യാപിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഇവയെല്ലാമായിരുന്നു 44ാമത് അമെൻമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്തൊക്കെയാണ് 44ാമത് അമെൻമെന്റിലൂടെ വന്ന പ്രധാന മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിലൊന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ലാതായതാണ്. ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എഫ്, ഈ രണ്ട് കാര്യങ്ങളിലുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിൽ എന്താണ്? ദിസ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. ദിസ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന തലത്തിലാണ്. 31 എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന തലത്തിലായിരുന്നു. സോ ദർ വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഫോർ
പ്രോപ്പർട്ടി അല്ലെ, ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നു, ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ് ആവുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ, ഡെവലപ്മെന്റൽ പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കാം, ലാൻഡ് റിഫോമുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി കഠിനമായിട്ടുള്ളൊരു ലിറ്റിഗേഷൻ പ്രോസസ്സായിട്ട് മാറുകയാണ്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇറ്റ് വാസ് റിമൂവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഇൻ പ്രോപ്പർട്ടി അക്വിസിഷൻ ആയിരുന്നു. ഒരു പ്രോപ്പർട്ടി അക്വിസിഷൻ നടത്തുന്ന സമയത്ത് അതിൽ കോമ്പൻസേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏറ്റെടുക്കാൻ പറ്റുമോ, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന തലത്തിലേക്ക് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്, എന്നീ കാര്യങ്ങളാണ് ഈ രണ്ടിടങ്ങളിലും വന്നിരുന്നത്. ഇവിടെ നിന്ന് ഇത് മാറ്റപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ദിസ് ഈസ് നോട്ട് ഫണ്ടമെന്റൽ റൈറ്റ് എനിമോർ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഫണ്ടമെന്റൽ റൈറ്റ് എനിമോർ. മനസ്സിലാവുന്നുണ്ടോ? പകരം അത് എന്തായി, അത് ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ അനുച്ഛേദം ഉൾപ്പെടുത്തുകയും അതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആയി മാറ്റുകയും ചെയ്യുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതായി മാറുന്നു. എന്നാൽ അത് ഭരണഘടനയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 300A ആണ്. കൃത്യമായ കോമ്പൻസേഷനോട് കൂടി ഏത് രീതിയിലാണ് സ്റ്റേറ്റിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുക എന്നതൊക്കെ പറയുന്നുണ്ട്. 300A അടിയിൽ എന്താണ്, അത് നിയമപരമായി അത് ഏറ്റെടുക്കാം, ലീഗൽ റൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, അത് മാറുകയാണ് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതായിരുന്നു ആദ്യം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരിടം. പിന്നെ ആർട്ടിക്കിൾ 22 ഒരു മാറ്റം വരികയാണ്. എന്താണ് ആർട്ടിക്കിൾ 22? നമുക്കറിയാം അല്ലെ, റൈറ്റ് അഗെയിൻസ്റ്റ് എന്താ പറയുക, അറസ്റ്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ 2 തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടല്ലോ അല്ലെ. അതിലൊന്നാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും അല്ലെ. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്താണ്, ഒരാൾ ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരെ എന്ത് ചെയ്യാം, തടവിലാക്കാൻ പറ്റും അല്ലെ. അടിയന്തരാവസ്ഥയുടെ സമയത്ത് വളരെ പ്രിവേലന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രിവെന്റീവ് ഡിറ്റൻഷനുകൾ. അപ്പൊ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നുള്ളതിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുക. എന്താ ചെയ്യുന്നത്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഫോർ മോർ ദാൻ 2 months. ഈ 2 എന്നുള്ളത് ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞുതരാം. 2 months നീഡ് അഡ്വൈസറി ബോർഡ് റെക്കമെൻഡേഷൻ. അതായത് ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് വെക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കുമ്പോൾ ഈ ഒരു ചേഞ്ച് ഇവർ കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് എന്താ സംഭവിച്ചിരുന്നത് അറിയോ? പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കുന്നു അല്ലെ. എന്നിട്ട് ഉണ്ടായിരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 months മുകളിൽ ഒരാളെ എന്ത് ചെയ്യുകയാണ്, പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കണമെന്നുണ്ടെങ്കിൽ, കരുതൽ തടങ്കലിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കോടതിയുടെ ജഡ്ജിമാരുൾപ്പെടെയുള്ള ഒരു അഡ്വൈസറി ബോർഡാണത്. അഡ്വൈസറി ബോർഡ്, അങ്ങനെ ഒരു ജഡ്ജിമാർ ഉൾപ്പെടുന്ന അഡ്വൈസറി ബോർഡിനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അഡ്വൈസറി ബോർഡ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് 2 മാസമാക്കി കുറച്ചു. എത്രയ്ക്ക് കുറച്ചു? 2 മാസം എന്നതിലേക്ക് കുറച്ചു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 2 മാസം എന്ന് പറഞ്ഞ് കുറച്ചത് ഒരിക്കലും നടപ്പിലായില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിലവിലും എങ്ങനെ തന്നെയാണ്, അഡ്വൈസറി ബോർഡിന്റെ റെക്കമെൻഡേഷൻ എപ്പോഴേ വേണ്ടൂ, 3 മാസത്തിൽ കൂടുതലാണ് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 2 മാസം എന്ന് പറഞ്ഞ ചേഞ്ച് കൊണ്ടുവന്നു. ബട്ട് ദിസ് നെവർ ഹാപ്പൻഡ്. ഇത് എന്ത് ചെയ്തില്ല, ഇത് സംഭവിച്ചില്ല. ഈ ഒരു കാര്യം എന്തായാലും നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ നിലവിലും എത്ര തന്നെയാണ്, 3 മാസത്തിൽ കൂടുതൽ ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കണമെന്നുണ്ടെങ്കിലാണ് അഡ്വൈസറി ബോർഡിൻ്റെതായിട്ടുള്ള എന്താവശ്യമായിട്ടുള്ളത്, നടപടി ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ആ ഭാഗം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കുക. ഒന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ചായിരുന്നു അല്ലെ, അത് ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയതിനെ കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 33 റിമൂവ് ചെയ്യപ്പെട്ടു. 19(1) സബ് ക്ലോസ് F റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, നമ്മളെപ്പോഴും 31 മാത്രമേ ആലോചിക്കുള്ളൂ. അങ്ങനെയല്ല, 19(1) സബ് ക്ലോസ് F കൂടി ഉണ്ട് എന്ന് പ്രത്യേകം ആലോചിക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന കാര്യവും ആലോചിക്കുക. ഓക്കെ ആണല്ലോ? 22 നമ്മൾ എന്ത് പറഞ്ഞു, പ്രിവെന്റീവ് ഡിറ്റൻഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് 2 മാസം എന്ന് 3 നിന്ന് കുറയ്ക്കുകയുണ്ടായി. പക്ഷേ ഇത് നടപ്പിലാക്കാത്തത് കൊണ്ട് ഇപ്പോഴും എത്ര തന്നെയാണ്, 3 തന്നെയാണ് നിലവിലുള്ളത്. അപ്പോൾ 3 മാസത്തിൽ കൂടുതൽ ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം തടവിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, ഒരു അഡ്വൈസറി ബോർഡിന്റെ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. ഇതെല്ലാം ചില കൺസെപ്റ്റുകളാണ്, ചില പ്രധാനപ്പെട്ട എന്താ പറയുക ചേഞ്ചുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി all disputes regarding elections of president and vice president would be decided by the Supreme Court and it will be final. അപ്പോൾ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ
അത് ആര് തീരുമാനിക്കും? സുപ്രീം കോടതി അത് തീരുമാനിക്കുമെന്നും അതായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്നും വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതുപോലെ തന്നെ എന്തും കൂടി വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്ററുടെയും സ്പീക്കർ ഓഫ് ലോക്സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ, അതായത് ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് പരാതികൾ പോവുകയും അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. അപ്പൊ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിക്കാണ് പ്രധാനമന്ത്രി മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വയം രക്ഷിക്കാനാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ സ്പീക്കർ ഓഫ് ലോക്സഭയുടെയും ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകളൊക്കെ കോടതികൾ കേൾക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഇവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ. പക്ഷെ അതെന്ത് ചെയ്യുകയാണ്, അത് തിരിച്ചെന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. എന്ത് ചെയ്യുകയാണ്, റിസ്റ്റോറേഷൻ ഓഫ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട്സ് നടക്കുന്നുണ്ട്. പല രീതിയിൽ അല്ലെ, നമ്മൾ നേരത്തെ 42 കണ്ടിരുന്നു, ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള ഒരുപാട് അധികാരങ്ങളിൽ നിന്ന് ഹൈക്കോടതികളെയും സുപ്രീം കോടതികളെയും റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ കണ്ടിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്, റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ്. പ്രധാനമന്ത്രി, സ്പീക്കർ ഓഫ് ലോക്സഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരുടെ എല്ലാവരുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ ആരായിരിക്കും കേൾക്കുക, സുപ്രീം കോടതി കേൾക്കുമെന്ന് ചെയ്യുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്. സോ സുപ്രീം കോടതിയുടെ ഈ രീതിയിലുള്ള അധികാരം എന്ത് ചെയ്യുകയാണ്, തിരിച്ചു കിട്ടുകയാണ് എന്ന് കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണെന്ന് നോക്കൂ, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ചാ. പ്രസിഡന്റ് ക്യാൻ ആസ്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് to reconsider the advice. Reconsider its advice. എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് എന്ന് പറയുന്നത് എന്താവുകയാണ്, ബൈൻഡിങ് ആവുകയാണ്. പ്രസിഡന്റ് എന്ത് ചെയ്യണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒരു അഡ്വൈസ് കൊടുത്താൽ അത് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ പ്രസിഡന്റ്. മനസ്സിലാവും, അങ്ങനെ ആവുന്നുണ്ട്. അപ്പൊ 44ാമത് ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുകയാണ്, ഒരു ചെറിയൊരു അതിനെ ലൂസ് ആക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്, വേണമെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റീകൺസിഡർ ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇഫ് അഡ്വൈസ് ആഫ്റ്റർ റീകൺസിഡറേഷൻ, അവർ റീകൺസിഡർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു അഡ്വൈസ് കൊടുക്കുന്നു, അത് ബൈൻഡിങ് ആണ്. അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നുകൂടി റീകൺസിഡർ ചെയ്യണമെന്നോ പറ്റില്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല. അത് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണ്. അപ്പൊ ഒരു ബാലൻസ് കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രസിഡന്റ് എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ആളല്ല അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ആളുകളാണ്. അപ്പോൾ ഇവരുടെ തീരുമാനമാണ് എന്ത് ചെയ്യുന്നത്, ഉയർന്നു നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റ് എന്ന് എന്ത് ചെയ്യുന്നത്, ഭരണഘടന പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു നിർദ്ദേശം കൊടുക്കാം. പക്ഷെ അതിൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, പ്രസിഡന്റിന് ഒരു തവണ എന്ത് ചെയ്യാം, ഒന്നും കൂടി ശ്രദ്ധിക്കണേ എന്ന് പറയാം. പക്ഷെ സ്റ്റിൽ എന്ത് ചെയ്യുകയാണ്, അവരെന്ത് ചെയ്യുന്നു, അഡ്വൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതുമായി തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർക്കുമല്ലോ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ തിരിച്ചു കിട്ടുന്നു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന തലത്തിലേക്ക് എന്താണ്, അത്തരം കാര്യങ്ങൾ എടുത്തു കളയാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കപ്പെടുന്നു. ഓൾസോ എന്തുകൂടി വരികയാണ് അവിടെ, പ്രസിഡന്റ് ക്യാൻ ആസ്ക് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു റീകൺസിഡർ ഇറ്റ്സ് അഡ്വൈസ് അല്ലെ. ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി ചേർക്കുകയാണ്. നേരത്തെ 42 എങ്ങനെയായിരുന്നു, പറയുന്നു, അത് പ്രസിഡന്റ് ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസിഡന്റ് എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു തവണ പ്രസിഡന്റിന് റീകൺസിഡർ ചെയ്യാൻ പറ്റാം. ഇപ്പോൾ പണ്ട് എനിക്ക് അതായത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ന്യൂസ് കണ്ടൊരു ഓർമ്മയുണ്ട്. അത് കൃത്യമായി എന്തിൻ്റെ പേരിലായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. APJ അബ്ദുൽ കലാം ഒരിക്കൽ ഇതുപോലത്തെ ഒരു ബില്ല് വന്ന സമയത്ത് APJ അബ്ദുൽ കലാം അത് റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയിട്ട് അദ്ദേഹത്തെ കാണുകയും ആ ബില്ലിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് സംഭവിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ ഒരു ശക്തി എന്താണ്, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, പ്രസിഡന്റ് അപ്പോൾ റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി അങ്ങോട്ട് റീകൺസിഡർ അതേ സാധനം പറഞ്ഞാൽ പോരെ, അപ്പോൾ പ്രസിഡന്റ് എന്തായാലും അത് പാസ്സാക്കണമല്ലോ, ബൈൻഡിങ് ആണല്ലോ എന്ന് ആലോചിച്ചാൽ ഇതിന് ഭയങ്കര ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം രാജ്യം മുഴുവൻ കാണുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ പ്രസിഡന്റ് എന്ത് ചെയ്യുകയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഒപ്പിടാനാണ് പ്രസിഡന്റ് ശരിക്കും അവിടെ ഇരിക്കുന്നത് അടിസ്ഥാനപരമായിട്ടല്ലേ. പക്ഷെ ഇവിടെ എന്ത് നടക്കുകയാണ്, അങ്ങനെയല്ല നടക്കുന്നത്. എന്ത് സംഭവിക്കുകയാണ്, പ്രസിഡന്റ് ചോദിക്കുന്നു ഇതൊന്ന് റീകൺസിഡർ ചെയ്തു. അപ്പോൾ ജനങ്ങൾ, മീഡിയ, പ്രതിപക്ഷം എല്ലാവരും ശ്രദ്ധിക്കും, ആ ബില്ലിൽ എന്തോ പ്രസിഡന്റിന് തന്നെ പ്രശ്നമായി തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്ന്. മനസ്സിലാവുണ്ടോ? സോ അതിനൊരു എന്തുണ്ട്, അതിനൊരു സിംബോളിക് ആയിട്ടുള്ള വലിയൊരു പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ റീകൺസിഡറേഷൻ എന്ന് പറയുന്ന ഈ വാക്കിന് ഇത്രയധികം ശക്തി കിട്ടുന്നത്. മനസ്സിലായോ? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം, tenure of Lok Sabha and state legislatures were brought back to
5 years. 42ാമത് ഭരണഘടനാ ഭേദഗതി ഇതിനെ 6 years ആക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അത് റദ്ദ് ചെയ്യുകയും പകരം 5 വർഷത്തിലേക്ക് തന്നെ അത് കൊണ്ടുവരികയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ലോക്സഭയ്ക്ക് 83, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ 172 ഈ ആർട്ടിക്കിളുകളാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് ഇതിന് വേണ്ടിയിട്ട് വരുത്തുന്നത് എന്ന കാര്യവും ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾസോ ഒരു കാര്യം കൂടി ചെയ്തു. 361A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തുകയാണ്. എന്താ ചെയ്യുന്നത്? പബ്ലിഷിംഗ് സബ്സ്റ്റാൻഷ്യലി ട്രൂ റിപ്പോർട്ട്സ് of proceedings from either house of parliament or a state legislature അലോ ചെയ്യുകയാണ്. എന്താണ്? അതായത് പ്രസ്സിന് എന്ത് ചെയ്തിരുന്നു? ശക്തമായിട്ടുള്ള കുറേയധികം എന്തുണ്ടായിരുന്നു? റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പറയുകയാണ് സബ്സ്റ്റാൻഷ്യലി ട്രൂ ആയിട്ടുള്ള, മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്ട് എന്താണ്? കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ, ഹൗസിന്റെ പ്രൊസീഡിങ്സ് അല്ലെ, ലോക്സഭയിൽ ഇന്ന കാര്യം നടന്നു, രാജ്യസഭയിൽ ഇന്ന കാര്യം നടന്നു എന്ന രീതിയിൽ സബ്സ്റ്റാൻഷ്യലി സത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും, കുഴപ്പമില്ല. എക്സെപ്റ്റ് സീക്രട്ട് സിറ്റിങ്സ് അല്ലെ, രഹസ്യമായിട്ടുള്ള എന്തായിരിക്കും? സിറ്റിങ്ങുകൾ ഉണ്ടാവും അല്ലെ, എല്ലാവരെയും മാറ്റിയിട്ട് കാണികൾക്കൊന്നും പ്രവേശനമില്ലാതെയുള്ള സീക്രട്ട് സിറ്റിങ്ങുകൾ ഉണ്ടാവും, ചില സീക്രട്ട് പ്രൊസീഡിങ്സ് ഉണ്ടാവും. ഈ സമയത്ത് മാത്രം എന്ത് പറ്റുകയില്ല? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് മുഴുവൻ എന്തിനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സബ്സ്റ്റാൻഷ്യലി ട്രൂ ആണെങ്കിൽ തെറ്റായത് കൊടുക്കരുത്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടംപ്റ്റ് വരാം. അപ്പോൾ എന്ത് ചെയ്യാം? നിയമ നടപടികൾ കൊണ്ടുവരാം. അങ്ങനെ നിയമ നടപടികൾക്ക് പറ്റുമായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ പ്രൊസീഡിങ്സ് എന്താണ് അനുവാദമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക, അത്തരം പ്രശ്നങ്ങൾക്ക് എന്താണ് നിയമ നടപടി എടുക്കുമായിരുന്നു. അതാണ് ഇവിടെ ഇതിൽ എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കി കൊടുക്കുന്നത്. അപ്പോൾ 361A ആ രീതിയിലാണ് ഉൾപ്പെടുത്തപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. സോ ടെന്യൂർ തിരിച്ചു കൊണ്ടുവരുന്നു. സബ്സ്റ്റാൻഷ്യലി ട്രൂ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ സെഷൻസിനെ കുറിച്ച് പ്രസിദ്ധീകരിക്കാമെന്നും വരികയാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ, അടിയന്തരാവസ്ഥ അല്ലെ, എമർജൻസി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇനി വരുന്നത് വളരെ കൃത്യമായിട്ട് തടയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന തരത്തിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് ഇതിലൂടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്രയും കാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കലും UPSCക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ? കാരണം നമ്മളിപ്പോൾ ഫെഡറൽ എന്ന് എന്ത് ചെയ്യും? എപ്പോഴും നമ്മളിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഫെഡറൽ എന്ന് പറയുന്നൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? പറയുന്നില്ല അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ കൃത്യമായിട്ട് എന്താണ് എന്ന് പറയുന്നുണ്ടോ? എക്സ്ക്ലൂസീവ്ലി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? പറയുന്നില്ല അല്ലെ? അതിൻ്റെ ഒരു അർത്ഥമാണ് അവിടെ പല സ്ഥലങ്ങളിലുള്ളത്. ഇതുപോലെ ക്യാബിനറ്റ് എന്ന് പറയുന്നൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. ഈ വാക്ക് ആഡ് ചെയ്യപ്പെടുന്നത് 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമാണല്ലോ ആ ഭാഗം? കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ എന്താ പറയുന്നത്? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് എഴുതി കൊടുക്കണം. ക്യാബിനറ്റിലുള്ള എല്ലാവരും എഴുതി കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. ആർക്ക്? പ്രസിഡന്റിന്. എന്താണ്? ഞങ്ങളെല്ലാവരും എന്തിന് തയ്യാറാണ്? ഞങ്ങളെല്ലാവരും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒരുക്കമാണ്, ഞങ്ങളെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാ? കാരണം ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുകയാണ്? ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്ക് നേരെ പോയി പ്രസിഡന്റിനോട് പറയുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചോന്ന്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. നോക്കൂ, ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു രാജ്യത്തിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള പവർ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചേഞ്ച് വരുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? 975 അടിയന്തരാവസ്ഥ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല. സ്വന്തം അതായത് പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? റേഡിയോയിൽ കൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പേരിൽ അന്നത്തെ നമ്മളുടെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് വളരെ വലിയ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം അതിന് സമ്മതിക്കുന്നത്? ഒരാൾ കയറി വരുന്നു, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. ഹൗ, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അത് സമ്മതിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവൻ സുപ്രീം കോടതിയും ആ കാലഘട്ടത്തിൽ വലിയ വിമർശനത്തിന് വിധേയമായി. എന്തിനാണ് സുപ്രീം കോടതി നിലവിലുണ്ടായിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ വട്ടെവർ ഈ ഒരു ചേഞ്ച് വരുന്നു. സോ ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റില്ലാതെ ക്യാബിനറ്റ് ഹാസ് ടു അപ്രൂവ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാബിനറ്റിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം? അവർ കൂടി റിട്ടേൺ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യം, എന്തിന്റെ പേരില എമർജൻസി പ്രഖ്യാപിക്കട്ടെ? ഇതൊരു ഇന്റേണൽ എമർജൻസി ആയിരുന്നു അല്ലെ? ഓർമ്മയില്ലേ കൂട്ടുകാർക്ക്? എന്താണ് ഇന്റേണൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലെ?
ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്താണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്? ഇന്റേണൽ എമർജൻസി. എന്താ ഇന്റേണൽ എമർജൻസി? അന്നത്തെ കാലത്ത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പേരില. എന്തിൻ്റെയൊക്കെ പേരിലാണ് എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുക? വാറ്, അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്റ്റേണൽ അഗ്രഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു പണ്ടെന്തായിരുന്നു? ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്നായിരുന്നു. അത് പിന്നീട് 44ാമത് ഭരണഘടനാ ഭേദഗതി അത് തിരുത്തിയിട്ട് എന്താക്കുകയാണ്? ആംഡ് റെബല്ലിയൻ എന്നാക്കുകയാണ്, അല്ലെ? ആംഡ് റെബല്ലിയൻ എന്നാക്കുകയാണ്. അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് വളരെ വെയ്ഗ് ആയിട്ടുള്ളൊരു ടേം, ഒട്ടും ക്ലിയർ അല്ലാത്ത ടേം. എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ മറുപടി ഉണ്ടോ? ഗവൺമെന്റിനെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ സമരം നടക്കുന്നു, ഡൽഹിയിൽ എല്ലാവരും പാർട്ടികളും ജനങ്ങളും പറഞ്ഞ് സമരം നടത്തുന്നു, അത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പക്ഷേ ആംഡ് റെബല്ലിയൻ നോക്കൂ, ഡൽഹിയിൽ എല്ലാവരും ആയുധങ്ങൾ എടുത്ത്, വാളും തോക്കും ഒക്കെ എടുത്തിട്ട് ആളുകൾ വരുന്നു സമരത്തിന്, അത് ഡേഞ്ചറസ് ആണ്, അല്ലെ? സോ ആയുധങ്ങൾ എടുത്തിട്ടുള്ളൊരു റിബല്ലിയൻ വന്നാൽ എന്താണ്? ഇനി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ ഗ്രൗണ്ട് വളരെ ക്ലിയർ ആക്കി. മനസ്സിലാവുന്നുണ്ടോ? വാർ ആൻഡ് എക്സ്റ്റേണൽ അഗ്രഷൻ എങ്ങനെയാ? അവ എക്സ്റ്റേണൽ എമർജൻസി എന്നാണ് പറയുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന നമ്മളുടെ എമർജൻസികളെല്ലാം എക്സ്റ്റേണൽ എമർജൻസികളായിരുന്നു. ചൈന വാറിന്റെ സമയത്ത്, പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് അവയെല്ലാം എക്സ്റ്റേണൽ എമർജൻസികളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്റേണൽ എമർജൻസി ഒരു തവണ മാത്രമാണ്, ആഭ്യന്തര അടിയന്തരാവസ്ഥ ഒരിക്കൽ മാത്രമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്, അല്ലേ? അതായിരുന്നു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 1975 അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആംഡ് റെബല്ലിയൻ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വെയ്ഗ് ആയിട്ടുള്ള ടേം എന്ത് ചെയ്തു? നീക്കം ചെയ്ത് പകരം ആംഡ് റെബല്ലിയൻ എന്ന് പറയുന്ന ടേം ഉപയോഗപ്പെടുത്തി. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നോക്കൂ. അപ്രൂവൽ ഓഫ് ദ എമർജൻസി ബൈ ദ പാർലമെന്റ് വിത്തിൻ 1 month. ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റ് എമർജൻസി അപ്രൂവ് ചെയ്യണം. നേരത്തെ ഇത് 2 മാസമായിരുന്നു, ഇത് എത്രയാക്കി കുറച്ചു? 1 മാസമാക്കിയിട്ട് കുറയ്ക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്, അത് പ്രത്യേകം ആലോചിക്കുക. ഇനി ആർട്ടിക്കിൾ 20ഉം 21ഉം എന്താണ്? എമർജൻസിയുടെ സമയത്ത് പോലും കനോട്ട് ബി സസ്പെൻഡഡ് എന്ന് വരികയാണ്. ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യണം? കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, കൺവിക്ഷൻ, ഒരാളെ കൺവിക്ട് ചെയ്യപ്പെടൽ, അതുപോലെ തന്നെ അതിൽ നിന്നുള്ള സംരക്ഷണം, ഒരാളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയുക? അവകാശം. ഇത് രണ്ടും എന്ത് ചെയ്യുകയാണ്? രണ്ടും സസ്പെൻഡ് ചെയ്യപ്പെടില്ല ഇവൺ ഡ്യൂറിങ് എമർജൻസി എന്ന് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ആർട്ടിക്കിൾ 20 ആൻഡ് 21 എന്താണ്? എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് പോലും ഇത് രണ്ടും ലംഘിക്കപ്പെട്ട ഒരാൾക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റും. അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം എന്തുണ്ട്? അവിടെ തന്നെ ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടേക്കും പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ആ ആർട്ടിക്കിളുകൾ മുഴുവൻ തള്ളിപ്പോകുന്നില്ല. ആ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ കോർട്ടിലേക്ക് പോയിട്ട് അതിനൊരു പ്രതിവിധി കിട്ടാനുള്ള അവകാശമാണ് ആ സമയത്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുകൂടി പ്രത്യേകം ആലോചിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർസെ എന്ത് ചെയ്തിട്ടുണ്ട്? എവിടേക്കും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. പക്ഷെ കോർട്ടിലേക്ക് പോയി അത് നടപ്പിലാക്കി കിട്ടാനുള്ള അവകാശമാണ് അടിയന്തരാവസ്ഥ സമയത്ത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾസോ ലോക്സഭ ക്യാൻ ഡിസപ്രൂവ് ത്രൂ എ റെസൊല്യൂഷൻ അറ്റ് എനി ടൈം. ലോക്സഭയ്ക്ക് ഒരു സിമ്പിൾ മെജോറിറ്റിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് അടിയന്തരാവസ്ഥ പാസ്സാക്കാനും തുടരാനും എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അത് തുടർന്നു പോകാനും സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. ലോക്സഭയ്ക്ക് പക്ഷേ ഡിസപ്രൂവ് ചെയ്യാം. ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാം? ഒരു മീറ്റിംഗ് കൂടിയിട്ട്, അത് രാജ്യസഭയ്ക്ക് പറ്റില്ല. മനസ്സിലാവും? രാജ്യസഭയ്ക്കല്ല പറ്റുക, ലോക്സഭയ്ക്ക് മാത്രമാണ് പറ്റുക. എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കാര്യങ്ങളുടെ സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അടിയന്തരാവസ്ഥ ഡിസപ്രൂവ് ചെയ്യാനും അടിയന്തരാവസ്ഥ പിൻവലിപ്പിക്കാനും സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യപ്പെടുകയാണ്? 44ാമത് അമെൻമെന്റ് ഇനിയൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഹനിക്കുന്ന ഇത്തരത്തിലുള്ളൊരു നടപടി ഏതെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയധികം കടമ്പകൾ കടന്ന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്താനായിട്ട് 44ാമത് ഭരണഘടനാ ഭേദഗതി ഉപയോഗിക്കുകയാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? കൃത്യമാണല്ലോ? സംശയങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. അടുത്ത അമെൻമെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 52ാമത് ഭേദഗതി. 52ാമത് ഭേദഗതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ 44ാമത് ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ വേറൊരു കാര്യം കൂടിയാണ്. അതായത് ഈ പാർലമെന്റിലെ MP-മാർക്കും മറ്റാളുകൾക്കൊക്കെ ഉള്ള എന്താ പറയുക പ്രിവിലേജുകളുണ്ട്, അല്ലെ? നിങ്ങൾക്കറിയാലോ, സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജുകളും മറ്റുമുണ്ട്. ഈ പ്രിവിലേജുകളെ സംബന്ധിച്ചിട്ടുള്ള എന്താ പറയുക ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം.
ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ്, നമ്മളുടെ ഇവിടുത്തെ ലോക്സഭ പോലെ ഹൗസ് ഓഫ് കോമൺസ് ഇല്ലേ, ഇവർക്ക് ഉള്ള എന്താ പറയുക അവകാശങ്ങൾ, പ്രിവിലേജുകൾ എന്താണ് ഇവിടെയും ഇന്ത്യയിലും ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്തു? ഇത് റിമൂവ് ചെയ്തു 44ാമത് ഭരണഘടനാ ഭേദഗതി. അതിനെന്ത് ചെയ്തു? കംപ്ലീറ്റ് ഇന്ത്യനൈസ് ചെയ്തു. മനസ്സിലാവുണ്ടോ? ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിന്റെ എന്തൊക്കെ ഉണ്ടോ അത് ഇവിടെയും ഉണ്ട് എന്നുള്ള ആ കാര്യം മാറ്റിയിട്ട് നമുക്കുള്ളത് എന്താണോ അത് എന്ന രീതിയിലേക്ക് എന്താണ് 44 മാറ്റി. സോ ഈ ബ്രിട്ടീഷ് കണക്ഷൻ എന്ത് ചെയ്തു? കളയുന്നതും എപ്പോഴാണ്? 44ാമത് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന കാര്യം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മളുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരങ്ങൾ കോടതികളുടെ എല്ലാം എന്ത് ചെയ്യുകയാണ്? പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന കാര്യവും ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ പ്രത്യേകം നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ശരി, ബാക്ക് ടു 52nd അമെൻമെൻറ്റ്. നോക്കൂ, ഈ കാലഘട്ടം 85ൻ്റെ സമയം ആവുമ്പോഴേക്കും പല പാർട്ടികൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് മാത്രമല്ലാണ്ടായി കൃത്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി ടു പാർട്ടി ജമ്പ് ചെയ്യുന്നതും പെട്ടെന്ന് എന്താ പറയുക സംസ്ഥാനങ്ങളിൽ ഈ എന്താ പറയുക അധികാരത്തിലുള്ള പാർട്ടി വീഴുന്നു, മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരു ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം, എന്താണിത്? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരികയാണ്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരികയാണ്. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്ന സമയത്ത് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇതൊരിക്കൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. PSCയിലല്ല വന്നിരിക്കുന്നത്, പക്ഷെ PSCയിൽ അത് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ വരാം അല്ലേ. ആരായിരുന്നു പ്രസിഡന്റ്? ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു അല്ലേ. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു പ്രസിഡന്റ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായിരുന്നു. അപ്പോൾ എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വന്നത്? ഒരാൾക്ക് കൂറുമാറുകയാണ്, പാർട്ടിയിൽ നിന്ന് എന്താ പറയുക, ഒരാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പാർട്ടിയിൽ അംഗത്വം രാജിവെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ആ പാർട്ടി പറയുന്നതിന് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ പാർട്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വരുന്നില്ല ഹൗസിൽ. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ആളെ എന്തായിട്ട് പ്രഖ്യാപിക്കപ്പെടും? അയാൾ കൂറുമാറി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അയാളുടെ MLA അല്ലെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെടും. ഇതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് ആൻറ്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ച് പഠിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വരുന്നു. 10ാമത് പുതിയ ഷെഡ്യൂൾ ഉൾപ്പെടുത്തപ്പെടുകയാണ്. 10ാമത്തെ ഒരു പുതിയ ഷെഡ്യൂൾ ഉൾപ്പെടുത്തപ്പെടുന്നു. ഇവരുടെ എന്താ പറയുക ഡിസ്ക്വാളിഫിക്കേഷൻ ആണല്ലോ MP മാരുടെയും MLA മാരുടെയും. അത് എവിടെയൊക്കെയാണ്? MP മാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 102 MLA മാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ 191. ഇതിൽ രണ്ടിലുമാണ് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ വരുത്തുന്നത്. ഈ 2 ആർട്ടിക്കിളുകളിലാണ് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അനുച്ഛേദം 102 പാർലമെന്റ് അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അയോഗ്യതയെക്കുറിച്ച് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 191 എന്ന് പറയുന്നത് ആരുടെയാണ്? MLA മാരുടെ നിയമസഭാ അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അയോഗ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ രണ്ടിലുമാണ് ഭേദഗതികൾ എന്ത് ചെയ്യുന്നത്? ഈ 2 ആർട്ടിക്കിളുകളിലുമാണ് വരുത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആരാണ് ഒരാൾ ഡിഫെക്ഷൻ പ്രകാരം അയാളുടെ അംഗത്വം നഷ്ടപ്പെട്ടെന്ന് തീരുമാനിക്കുന്നത്? ലോക്സഭയിലാണെങ്കിൽ അത് സ്പീക്കറാണ്, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് എന്ത് ചെയ്യുന്നത്? അയോഗ്യതയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് എന്ന പേരിൽ കൂടി കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഈ കൂറുമാറ്റ നിരോധന നിയമം വഴിക്ക് ആദ്യമായിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുടെ പേര് അറിയോ കൂട്ടുകാർക്ക്? ലാൽ ദുഹോമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ്? ലാൽ ദുഹോമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേരളത്തിൽ ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന അറിയോ കൂട്ടുകാർക്ക്? അത് നമ്മളുടെ ബാലകൃഷ്ണപിള്ളയായിരുന്നു. നമ്മുടെ ഗണേഷ് കുമാർ അല്ലേ മന്ത്രി, അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയാണ് കേരളത്തിൽ ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെടുന്ന ആള്. ലാൽ ദുഹോമയായിരുന്നു പാർലമെന്റിൽ നിന്ന് ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെടുന്ന ആൾ. ഇദ്ദേഹം മിസോറാമിലാണ്, ഇദ്ദേഹം കേരളത്തിലാണ്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. സോ കൂറുമാറ്റ നിരോധന നിയമം എന്ത് ചെയ്യുന്നു? ആ രീതിയിലേക്ക് നിലവിൽ വരികയാണ്. 56ാമത്തെ അമെൻമെന്റ് 1987 പ്രകാരമാണ് ഗോവ എന്ത് ചെയ്യപ്പെടുന്നത്? 25ാമത്തെ സംസ്ഥാനമായിട്ട് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലെ. അതുവരെ ഗോവ എന്തായിരുന്നു? യൂണിയൻ ടെറിട്ടറി ആയിരുന്നു.
എന്തായിരുന്നു എന്ന കാര്യം ആലോചിക്കുക. ഗോവയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. അത് 371 ആണ് ഈ ആർട്ടിക്കിൾ. മനസ്സിലാവുന്നു. ഈ സ്പെഷ്യൽ സ്റ്റാറ്റസുകൾ നിങ്ങൾ പ്രത്യേകം നോക്കണേ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നാഗാലാൻഡ്, മഹാരാഷ്ട്ര, ഗുജറാത്തിൽ 371 കൊടുക്കുന്നുണ്ട്. അവിടെ മുതൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ. നാഗാലാൻഡ് വരുന്നുണ്ട് അല്ലേ, 371A പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട് അല്ലേ. ഐ കഴിഞ്ഞിട്ട് ഏതാണ്, പിന്നെ കർണാടകയ്ക്കാണ് അവസാനമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് അല്ലേ. കർണാടകയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ആ ഫ്ലോ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുക. കർണാടകയുടെ സ്പെഷ്യൽ സ്റ്റാറ്റസിന്റെ ഏതാണ്, 371J ആണ് അല്ലെ. 371J ആണ് ഇത് ചെയ്യുന്നത് കർണാടകയുടെ സ്പെഷ്യൽ സ്റ്റാറ്റസ്. അത് ഏതാണ്, 98th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു. മനസ്സിലാവണം. 98th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് കർണാടകയ്ക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നത്, കൊടുക്കപ്പെടുന്നത്. 371J പ്രകാരം കൊടുക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അതിനോട് ചേർത്ത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്ത അമെൻമെന്റിലേക്ക് പോവുകയല്ലേ. 61st അമെൻമെന്റ് വളരെ പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ്. 989 വരുന്നു അല്ലേ. എന്താ ചെയ്യുന്നത്, വോട്ടിംഗ് ഏജ് ബിക്കെയിം 18. വോട്ടിംഗ് ഏജ് 18 ആക്കി കുറച്ചു 21 നിന്ന് അല്ലേ. ഏത് ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്, അപ്പോൾ 326 അല്ലേ. യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ്, അതായത് ലോക്സഭകളിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കുമുള്ള ഇലക്ഷനുകൾ എങ്ങനെയായിരിക്കും, അഡൾട്ട് സഫറേജിലൂടെ ആയിരിക്കും നടത്തുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 326. അപ്പോൾ 326ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്ന കാര്യം ആലോചിക്കുക. ആർട്ടിക്കിൾ 324 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 325 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇലക്ടറൽ റോളുകളെ കുറിച്ച് അല്ലെ. ഇലക്ടറൽ റോൾസിൽ നിന്ന് പുറത്താകാൻ ആരെയും പുറത്താക്കരുത് അല്ലെ, മതിയായ കാരണമില്ലാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ടറൽ റോൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നു. 326 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അഡൾട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഈ 3 ആർട്ടിക്കിളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആർട്ടിക്കിളുകളും കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്ഷൻ കമ്മീഷൻ 324, ഇലക്ട്രൽ റോൾ അഥവാ വോട്ടർ പട്ടികയെക്കുറിച്ച് 325, അഡൾട്ട് ഫ്രാഞ്ചൈസ് അഥവാ പ്രായപൂർത്തി വോട്ടവകാശത്തിനെ കുറിച്ച് 326 നമ്മളോട് പറയുന്നു. കൃത്യമാണല്ലോ. നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അറിയാത്ത ആളുകൾ. അടുത്ത അമെൻമെന്റ് 65th അമെൻമെന്റ്. 1990 65th അമെൻമെന്റ് വരുന്നത്. എന്തുകൊണ്ടാണ് 65ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രാധാന്യം അർഹിക്കുന്നത് എന്നറിയോ കൂട്ടുകാർക്ക്? പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ 989 ഈ മാറ്റം വരുത്തിയപ്പോൾ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ എന്താ പറയുക, എണ്ണം വല്ലാണ്ട് കൂടുകയാണ് അല്ലെ. അതിനെ തുടർന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്താകുന്നത്, മൾട്ടി മെമ്പർ ബോഡിയായി മാറുന്നത്. അതുവരെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ, 3 പേരുണ്ടായിരുന്നില്ല. ഈ 3 പേര് എന്നുള്ള തലത്തിലേക്ക് മാറുന്ന എപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ? ഇത് വന്നതിന് ശേഷം, 61st അമെൻമെന്റ് വന്നതിന് ശേഷം 89ന്റെ അവസാനത്തോട് കൂടിയിട്ട്, 89ന്റെ അവസാനം നവംബറിലോ ഡിസംബറിലോ മറ്റോ ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു മൾട്ടി മെമ്പർ ബോഡിയായി മാറി. പക്ഷേ 1900 ജനുവരിയിലോ ഫെബ്രുവരിയിലോ മറ്റേ ആയിട്ട് എന്ത് ചെയ്തു, ഈ തീരുമാനം പിൻവലിക്കുന്നുണ്ട്. പിന്നെ 93 മറ്റേ ആണ്, എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല, 93 മറ്റേ എന്ത് ചെയ്യുകയാണ്, എഗെയിൻ മൾട്ടി മെമ്പർ ബോഡിയായി മാറുകയും ഇന്ന് വരെ അതെന്താണ്, മൾട്ടി മെമ്പർ ബോഡിയായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി 61st അമെൻമെന്റിൽ എന്താ സംഭവിക്കുന്നറിയോ, 90 വന്ന ഈ അമെൻമെന്റിൽ നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് ST നിലവിൽ വരികയാണ്, ഒരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട്. അതുവരെ എന്തായിരുന്നു, ഒരു ഓഫീസറെ, നമ്മുടെ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഓഫീസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഒരു കമ്മീഷനായിട്ട്, മൾട്ടി മെമ്പർ കമ്മീഷനായിട്ട് തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് ST എന്ത് ചെയ്യുന്നു, നിലവിൽ വരികയാണ്. 90 ഈ അമെൻമെന്റ് വന്നു എന്നുണ്ടെങ്കിലും കമ്മീഷൻ നിയമിക്കപ്പെടുന്നത്, നിലവിൽ വരുന്നത് 1992 എന്ന കാര്യവും ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ഒരു എന്താ പറയുന്നത്, ഒരു കമ്മീഷനായിട്ട്, മൾട്ടി മെമ്പർ ആയിട്ടുള്ള ഒരു ഓഫീസർ മാത്രമല്ലാണ്ട് കുറച്ച് ആളുകൾ ഒരു കമ്മീഷനായിട്ട് നിയമിക്കപ്പെടുന്നത്, അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ് ആയിരുന്നു 65ാമത്തെ അമെൻമെന്റ് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ. അടുത്തത് 69th അമെൻമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 69th അമെൻമെന്റ് 1991 വരുന്നത്. 1991 വരുന്ന 69th അമെൻമെന്റിലൂടെ സംഭവിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹി എന്തായിരുന്നു, ഒരു യൂണിയൻ ടെറിട്ടറി എന്ന തലത്തിൽ മാത്രമായിരുന്നു അല്ലേ. ആ സ്റ്റാറ്റസ് മാറ്റിയിട്ട് ഡൽഹി ബിക്കെയിം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. നോക്കൂ, തലസ്ഥാനമാണ് രാജ്യത്തിൻ്റെ അല്ലേ. അതിന് പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക, പദവിയും പ്രത്യേകമായിട്ടുള്ള എന്തും കൊടുക്കണം, സംരക്ഷണവും മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് അല്ലേ. എല്ലാവരും വരുന്ന സ്ഥലമാണ് ഡൽഹി. സോ സ്പെഷ്യലി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടതാണ്. എല്ലാ വിന്റർ സമയത്തും ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഡൽഹി കിടക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയുമാണത്. പോട്ടെ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നുള്ള എന്ത് ചെയ്യുന്നു, ടൈറ്റിൽ കിട്ടുന്നു. ഏതൊക്കെയാണ് ആർട്ടിക്കിളുകൾ? 239A, 239AB ഇങ്ങനെ 2 ആർട്ടിക്കിളുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന
സ്ഥാനം കൊടുക്കുന്നതും അതിനോടൊപ്പം തന്നെ 70 മെമ്പർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, എന്താണ്, ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന 70 പേരടങ്ങുന്ന ഒരു നിയമ സഭയും 7 മെമ്പർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭയും എന്ത് ചെയ്യുകയാണ്, ഡൽഹിക്കായിട്ട് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ 70 മെമ്പർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും 7 മെമ്പർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആർക്ക് ലഭ്യമാകുന്നു, ഡൽഹിക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന പദവി ലഭിക്കുകയും 70 മെമ്പേഴ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും 7 മെമ്പർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കിട്ടുന്നു. എങ്ങനെയാണ് കിട്ടുന്നത്? 239A യും 239AB ആഡ് ചെയ്യപ്പെടുന്നു. കൃത്യമാണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് റിമെമ്പർ ദിസ് ആർട്ടിക്കിൾ. പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത ഭാഗത്തേക്ക് 71st അമെൻമെൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ അല്ലേ, നേരത്തെ സിന്ധി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സിന്ധി ആഡ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ 21ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ആഡ് ചെയ്യപ്പെടുന്നത്? സിന്ധി ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. 21ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ സിന്ധി ആഡ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ 71ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 1992 ആണ് കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി തുടങ്ങിയ ഭാഷകൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് 8ാമത്തെ ഷെഡ്യൂളിലേക്ക് എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തന്നിട്ട് എന്ത് പറയും, ഇത് ഏത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാംഗ്വേജ് തരും, എന്നിട്ട് എന്ത് പറയും, ഇത് കണക്ട് ചെയ്യുക. കാരണം 3 തവണ എന്ത് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ, ക്ഷമിക്കണം, 3 തവണ എന്ത് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ഭാഷകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 3 തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങളും തന്നിട്ട് ഒരു സൈഡിൽ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തരും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് വരും, ഇന്ന ഭാഷകൾ എന്ത് ചെയ്യും, ആണ് എന്ത് ചെയ്യും, തരും. അപ്പോൾ അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് ചെയ്യുക. കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. ഒരു സൈഡിൽ എന്ത് തരും, ഒരു സൈഡിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തരും. മനസ്സിലാവും? 21st എന്നോ 70 എന്താ പറയുക ഫസ്റ്റ് എന്നൊന്ന രീതിയിൽ എന്ത് ചെയ്യും, തരും അല്ലേ. അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ 92nd എന്ന് തരും. തൊട്ട് മറുഭാഗത്ത് എന്ത് തരും, ഭാഷകൾ തരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ 21st പ്രകാരം സിന്ധി ആഡ് ചെയ്യപ്പെട്ടു നമുക്കറിയാം. 71st പ്രകാരം ഇപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യപ്പെട്ടു? കൊങ്കണി ആഡ് ചെയ്യപ്പെട്ടു, മണിപ്പൂരി ആഡ് ചെയ്യപ്പെട്ടു, നേപ്പാളി ആഡ് ചെയ്യപ്പെട്ടു. അവ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. 73rd അമെൻമെൻറ്റും 74th അമെൻമെൻറ്റും ഒന്നിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. 73rd അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഡ് ചെയ്യപ്പെടുക, അഥവാ എന്താണ്, റൂറൽ ലോക്കൽ ഗവൺമെൻറ്റുകൾ അല്ലേ. റൂറൽ സെൽഫ് ഗവൺമെൻറ്റുകൾ, ഗ്രാമപ്രദേശങ്ങളിലുള്ള റൂറൽ സെൽഫ് ഗവൺമെൻറ്റുകളാണ്, റൂറൽ ലോക്കൽ ഗവൺമെൻറ്റുകളാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. അവയ്ക്ക് ഭരണഘടനാ പദവി, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭ്യമാക്കുകയാണ്. പാർട്ട് 9 ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിളുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ഷെഡ്യൂൾ 11 പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നു. 74 എന്ത് ചെയ്തു, അവ അർബൻ ലോക്കൽ ബോഡികളെ കുറിച്ചാണ്, മുനിസിപ്പാലിറ്റീസ് അങ്ങനെയാണ് പോകുന്നത്. അവയ്ക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭ്യമാകുന്നു. പാർട്ട് 9A എന്ത് ചെയ്യപ്പെടുന്നു, 243P മുതൽ 243ZG വരെയുള്ള ആർട്ടിക്കിളുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ഷെഡ്യൂൾ 12 ആഡ് ചെയ്യപ്പെടുന്നു. പല തവണ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, വെറുതെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് 2001 എന്താ നടക്കുന്നത്, നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ലോക്സഭ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കൂ, നേരെ ഇരട്ടിയാ. ശ്രദ്ധിച്ചോ നിങ്ങൾ? 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഫ്രീസ് ചെയ്യുന്നത് അല്ലേ. ജനസംഖ്യയുടെ ഇഷ്യൂസ് കാരണം നടന്ന കഥ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഫ്രീസ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഇരട്ടി വരുന്ന എന്താ പറയുക അമെൻമെൻ്റ് ആണ്, അത് കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 42ാമത് അമെൻമെൻറ്റ് എന്ത് ചെയ്തു, ലോക്സഭയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ നമ്പർ എന്ത് ചെയ്തു, ഫ്രീസ് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു, നേരെ ഇരട്ടി 84ലേക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് 2026 വരെ അല്ലേ. അപ്പം ഇനി 2026 ശേഷം എന്താണ്, അതിനുള്ളിൽ സെൻസസ് നടക്കണമെന്നും സെൻസസ് നടത്തിയിട്ട് പിന്നെ റീ അറേഞ്ച്മെൻറ്റ് നടത്തണമെന്നുള്ള വർത്തമാനങ്ങൾ
സമരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനെതിരെ പ്രതിഷേധങ്ങളും പതുക്കെ വരുന്നുണ്ട്. കാരണം എന്താണ്, ജനസംഖ്യ കുറയ്ക്കാനായിട്ട് വർക്ക് ചെയ്ത സൗതേൺ സ്റ്റേറ്റുകൾക്ക് എന്ത് നഷ്ടപ്പെടും, അവർക്ക് ലോക്സഭയിലുള്ള പവർ നഷ്ടപ്പെടും. ഇപ്പോൾ കേരളത്തിൽ എന്ത് നടന്നാലും ഇവിടുന്ന് MP വന്നാലും വന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയും കേരളമൊക്കെ തഴയപ്പെടുകയും ചെയ്യുമെന്ന രീതിയിൽ എന്താണ് ആളുകൾ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും 84th അമെൻമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെ തുടരണം 2026 വരെ എന്ന് വരുന്നത് അല്ലെ. 2001 വരെയാണ് നേരത്തെ 42ാമത്തെ അമെൻമെന്റിലൂടെ തുടരാൻ തീരുമാനിച്ചിരുന്നത് അല്ലെ. അത് 26 വരെ 25 വർഷം കൂടി എന്ത് ചെയ്യുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി 86th അമെൻമെന്റിലേക്ക് പോവുകയാണ്. എന്താണ് 86th അമെൻമെന്റ്? 86th അമെൻമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. 2002 അമെൻമെന്റ് എന്ത് ചെയ്യുന്നത്, അവർ കൊണ്ടുവരുന്നത് 86th അമെൻമെന്റ് കൊണ്ടുവരുന്നത് എന്താണ് ചെയ്തത്, വിദ്യാഭ്യാസത്തിനെ ഒരു എന്താക്കി മാറ്റുന്നു, ഒരു ബേസിക് റൈറ്റ് ആയിട്ട് മാറ്റുന്നു, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, മാറ്റുകയാണ് അല്ലെ. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ എലമെന്ററി എഡ്യൂക്കേഷനെ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഉൾപ്പെടുത്തുകയാണ്. AB വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടും APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്ന് ആലോചിക്കുക. ആർട്ടിക്കിൾ 21A വാസ് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ആർട്ടിക്കിൾ 21A വാസ് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എലമെന്ററി എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുകയാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എലമെന്റൽ എഡ്യൂക്കേഷൻ 6 മുതൽ 14 വയസ്സ് വരെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഒരിക്കലും ഇങ്ങനെ വയസ്സിന്റെ റേഞ്ച് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് 6 മുതൽ 14 വയസ്സ് വരെ എന്ന് പ്രത്യേകം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എലമെന്ററി എഡ്യൂക്കേഷൻ ലഭ്യമാക്കണം എന്നെന്ത് ചെയ്യുകയാണ്, കൃത്യമായി പറയുകയാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഫണ്ടമെന്റൽ റൈറ്റിൽ മാത്രമല്ല പക്ഷേ എന്ത് മാറ്റം വരുത്തുന്നത്, 86th അമെൻമെന്റ് മാറ്റം വരുത്തുന്നത്. ഇറ്റ് ചേഞ്ച്ഡ് DPSP, ഇറ്റ് ഓൾസോ ആഡഡ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി 3 എണ്ണത്തിലും ചേഞ്ച് വരുത്തിയ അമെൻമെന്റ് ആയിരുന്നു 86th അമെൻമെന്റ് എന്ന് ആലോചിക്കുക. DPSPസിലെ ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തു, മാറ്റം വരുത്തി. അതുവരെ 45 എന്ന് പറയുന്നത് ഇതുപോലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് സർക്കാരുകൾ ശ്രമിക്കണം എന്നായിരുന്നു 45 അതുവരെ പറഞ്ഞിരുന്നത്. അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയപ്പോൾ എന്ത് ചെയ്യുകയാണ്, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുക, സംരക്ഷണവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൊടുക്കണം എന്നായി എന്ത് പിന്നീട് 45. മനസ്സിലാവുന്നുണ്ടോ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ 45 എന്തായി മാറി, 6 വയസ്സ് തികയുന്നത് വരേക്കും എന്താ പറയുക, അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള അവരുടെ പരിചരണവും വിദ്യാഭ്യാസവും കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ശ്രമിക്കണം, അതിനുവേണ്ട പോളിസികൾ ഉണ്ടാക്കണം എന്ന രീതിയിലേക്ക് 45 ചേഞ്ച് ആവുകയായിരുന്നു. പിന്നെ 51AK ഉൾപ്പെടുത്തുകയാണ്. അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിരുന്നു. അത് എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ എലമെന്ററി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നതായിരുന്നു 51AK എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 89th അമെൻമെന്റ്. എന്താണ് 89th അമെൻമെന്റ്? 2003 വന്നത്. നമ്മൾ നേരത്തെ SC/ST കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഈ SC/ST കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു 65ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. പക്ഷേ പിന്നീട് മനസ്സിലാവുകയാണ് SC കമ്മ്യൂണിറ്റികളുടെയും ST കമ്മ്യൂണിറ്റികളുടെയും ആവശ്യങ്ങൾ, അവരുടെ കൾച്ചർ, അവരുടെ ജീവിത രീതികൾ, അവർക്ക് ഉള്ള സാമൂഹിക അവസ്ഥ ഇതൊക്കെ വ്യത്യസ്തമാണ്. രണ്ടുപേർക്കും കൂടി എന്താണ് ഒരേ തീരുമാനങ്ങൾ എടുത്തിട്ട് എന്താണ് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. സോ ദേ ഹാവ് ടു ബി ബൈഫർക്കേറ്റഡ് എന്ന് മനസ്സിലാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ തുടർന്ന് ബൈഫർക്കേഷൻ ഹാപ്പൻസ്, രണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? SC/ST കമ്മീഷനെ രണ്ടാക്കുന്നു. എന്നിട്ട് സ്വതന്ത്രമായ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ SCയും നാഷണൽ കമ്മീഷൻ ഫോർ STയും എന്ത് ചെയ്യുകയാണ്, ഉണ്ടാക്കപ്പെടുകയാണ്. ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ SCക്ക് വേണ്ടിയിട്ടും ആർട്ടിക്കിൾ 338A നാഷണൽ കമ്മീഷൻ ഫോർ STക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 2 കമ്മീഷനുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവയെ മാറ്റുന്നു. അതാണ് ബൈഫർക്കേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ബൈഫർക്കേഷൻ, ബൈ അല്ലെ, ബൈ എന്ന് വെച്ചാൽ എന്താണ്, 2 അല്ലെ, 2നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആവുകയാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? അടുത്ത അമെൻമെന്റിലേക്ക് പോവുകയല്ലേ. 91st അമെൻമെന്റ് 2003. 91st അമെൻമെന്റ് 2003 എന്താ സംഭവിക്കുന്നത് കൂട്ടുകാർക്ക്? അതായത് ഇത് ബേസിക്കലി നമ്മളുടെ ആന്റി ഡിഫെക്ഷൻ ലോ ഇല്ലേ, ഈ ആന്റി ഡിഫെക്ഷൻ ലോയിൽ പിന്നീട് എന്താണ് പല ലൂപ്പ് ഹോളുകളും ആളുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ആന്റി ഡിഫെക്ഷൻ ലോയെ ഒന്നുകൂടി അമെൻഡ് ചെയ്ത് ശക്തമാക്കാൻ വേണ്ടിയിട്ട് വന്ന അമെൻമെന്റ് ആയിരുന്നു 91st അമെൻമെന്റ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം?
ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റുകൾ ഏതെല്ലാം എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം 50 സെക്കൻഡും ഉണ്ട്, അതിനോടൊപ്പം ഏത് കൂടിയുണ്ട് 91st വരുന്നുണ്ട്. കാരണം 50 സെക്കൻഡിൽ വന്ന ചില പോരായ്മകളെ പരിഹരിക്കലായിരുന്നു 91st ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങാനും ഓപ്ഷനിൽ തരുകയാണ് 50 സെക്കൻഡ് എന്ന് കൂടി തന്നു, എന്നിട്ട് A and B അല്ലെങ്കിൽ A and C എന്ന് പറഞ്ഞിട്ട് 50 സെക്കൻഡ് കൊണ്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതും ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് കാരണം അറിയോ കൂട്ടുകാർക്ക്? ആദ്യം തന്നെ പറയുകയാണ് നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് നോട്ട് മോർ ദാൻ 15% ഓഫ് ദ ഇലക്റ്റഡ് മെമ്പേഴ്സ്. അതായത് ഇപ്പോൾ മൊത്തത്തിൽ 140 മെമ്പർമാരാണ് കേരളത്തിൽ, 140 MLA-മാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 140 MLA-മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ 15% മന്ത്രിമാരുണ്ടാവാൻ പാടുള്ളൂ. എന്താ അതിന് പറയാൻ കാരണം? അതായത് അപ്പുറത്തെ എന്താ പറയുക പാർട്ടിയിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് ചാടിക്കുക, എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യുക, ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചാടിക്കാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് 15% എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ എത്രയേ പറ്റുള്ളൂ? 21 മന്ത്രിമാരെ മാക്സിമം പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാവിടേക്കും അപ്ലിക്കബിൾ ആക്കി. സ്റ്റേറ്റുകളിൽ മാത്രമല്ല പാർലമെന്റിലും അങ്ങനെ തന്നെയാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ 15% എന്താ പറയുക മന്ത്രിമാരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാടുള്ളൂ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ചേഞ്ച് എന്ത് ചെയ്യുകയാണ്, ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ 15% കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 15% കൂടാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വരികയാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർത്തിരിക്കുക. പക്ഷേ സംസ്ഥാനങ്ങളിൽ 12 കുറയരുത്. നോട്ട് ലെസ് ദാൻ 12 ഇൻ ദ സ്റ്റേറ്റ്സ്. മന്ത്രിമാരുടെ എണ്ണം 12 വേണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ. 12 കുറയാനായിട്ട് പാടില്ല. കാരണം ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും 15% എടുക്കുമ്പോൾ എന്തായിരിക്കും 12 ഉണ്ടാവില്ല, ചിലപ്പോൾ 7, 9 ഒക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ സ്റ്റേറ്റുകളിലേക്കൊക്കെ എന്താണ് 12 കുറവ് മന്ത്രിമാർ പറ്റി അവിടുത്തെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കില്ല. സോ 12 എന്താണ് എന്തായാലും വേണമെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ജനറലി 91st അമെൻമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ആൻറ്റി ഡിഫെക്ഷൻ ലോയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി അതുപോലെ തന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു MP അല്ലെങ്കിൽ MLA ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്താക്കുകയാണ്, ആ ആളെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. മനസ്സിലാവുന്നു? ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. പിന്നീട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് കാലാവധി, ഡിസ്ക്വാളിഫിക്കേഷൻ്റെ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധി അവസാനിക്കുന്നവരെ അദ്ദേഹത്തെ എന്താക്കാൻ പറ്റില്ല, മന്ത്രിയാക്കാനായിട്ട് പാടില്ല. അതായത് മന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ MLA ആവണം നിർബന്ധമില്ല അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും, വെറുതെ മന്ത്രിയായിട്ട് നിയമിക്കാം, 6 മാസം കൊണ്ട് എന്ത് ചെയ്ത് എലക്ട് ചെയ്താലൊക്കെ മതി. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഒരാൾ ഡിസ്ക്വാളിഫൈ ആയാൽ ഡിസ്ക്വാളിഫിക്കേഷൻ കഴിയുന്നവർ അയാൾ മന്ത്രി എന്ന് മാത്രമല്ല അയാൾക്ക് എന്താ പറയുക ഒരു ലുക്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് ഒരു എന്താ പറയുക ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പണമൊക്കെ ലഭിക്കുന്നുള്ള ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു പോസ്റ്റിലേക്കും ഗവൺമെൻറ് ഇടപെട്ടിട്ട് കൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റിലേക്കും ഈ ആൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാളുടെ അയോഗ്യതാ കാലം ഡിസ്ക്വാളിഫിക്കേഷൻ ടൈം പീരീഡിൽ നിയമിക്കാനും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുക. ഓൾസോ പാർട്ടികൾ മെർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് 2/3 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ് മാറ്റി. നേരത്തെ 1/3 ആളുകൾ പോയാൽ എന്നുള്ള രീതിയിലായിരുന്നു, പിന്നെ 2/3 എന്ന എന്ത് ചെയ്യുകയാണ്, ഇതൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആലോചിക്കുക. മെർജിങ് അല്ലെ, മെർജർ നടന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് നേരത്തെ ഉൾപ്പെടില്ലായിരുന്നു. ഇപ്പോൾ എന്താണ്, മെർജർ നടത്തി കഴിഞ്ഞാൽ എന്താണ്, അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മെർജർ നടത്തുകയാണ്, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ചിലർ വിട്ടു നിന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ എന്താണ് കൂറുമാറ്റുന്ന പരിധിയിൽ വരില്ല. പക്ഷെ ഇപ്പം എങ്ങനെയാണ്, പാർട്ടി എന്ത് ചെയ്യുകയാണ്, മെർജറിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മെർജ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കൂടാതെ എന്താണ്, മാറി നിന്ന് കഴിഞ്ഞാൽ അവർ കൂറുമാറ്റ പരിധിയുടെ ഉള്ളിൽ പെടും, അവർ അയോഗ്യരാക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ ഇവിടെ വരികയാണ്. അടുത്ത ഏതാണ്, 95th. 95th അല്ലല്ലോ, 92nd അമെൻമെന്റ് നമ്മളിവിടെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ 92nd അമെൻമെന്റ് അത് പ്രധാനപ്പെട്ട, നമ്മൾ ലാംഗ്വേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ. 92nd അമെൻമെന്റിൽ എന്താ ചെയ്യുന്നത്, 92nd അമെൻമെന്റ് എന്ത് ചെയ്യുന്നു, ഭാഷകൾ, 4 ഭാഷകൾ അല്ലെ. ഏതൊക്കെയാണ്, ബോഡോ, ദോഗ്രി, പിന്നെ ഏതായിരുന്നു പറഞ്ഞേ, ഒപ്പം പറഞ്ഞേ, ഓർമ്മയുണ്ടോ? കമോൺ, മൈഥിലി അല്ലേ. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, മൈഥിലി പോലെ LIയിൽ അവസാനിക്കുന്നത് സന്താളി. ഇങ്ങനെ 4 ഭാഷകൾ 92nd അമെൻമെന്റ് എന്ത് ചെയ്യുകയാണ്, 8th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെ നടന്നു, 2003 ആണ്. ഇതിൻ്റെ വർഷം 2003 നടക്കുന്നത്. 2003 എന്ത് ചെയ്യുന്നത്, ഇത് നടക്കുന്നത്. 92nd അമെൻമെന്റ് 2003 വരുന്നത്. അപ്പോൾ ബോഡോ, ധോഗ്രി, മൈഥിലി, സന്താളി എന്നീ ഭാഷകൾ 8th ഷെഡ്യൂളിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യപ്പെടുന്നു എന്ന കാര്യം ആലോചിക്കുക. 92nd അമെൻമെന്റ് ഓക്കെ ആണല്ലോ. ഏതൊക്കെ ഭാഷകളാണ്, ബോഡോ, ധോഗ്രി, മൈഥിലി ആൻഡ് സന്താളി. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് 95th അമെൻമെന്റ്. എന്താണ് 95th അമെൻമെന്റിൽ സംഭവിക്കുന്നത് കൂട്ടുകാരെ?
95th Amendment, it extended the reservation of seats for SC and STs and special representation of Anglo-Indians in Lok Sabha and the state legislative assemblies up to 2020. ഞാൻ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 എന്ത് വന്നു, ഒരു ചേഞ്ച് വന്നു അല്ലേ. എന്താ വരുന്നത്, ആംഗ്ലോ ഇന്ത്യൻസിന്റെ റെപ്രസെൻറ്റേഷൻ അവസാനിപ്പിച്ചു അല്ലെ. ആംഗ്ലോ ഇന്ത്യൻസ് ഇപ്പോൾ ലോക്സഭയിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെ, അതായത് അവർക്ക് സ്പെഷ്യൽ നോമിനേഷൻ ഇല്ല അല്ലെ. അവസാനമായിട്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ ഇതുപോലെ എന്താണ് അവരുടെ റെപ്രസെൻറ്റേഷൻ നടത്തിയത് 95th Amendment ആയിരുന്നു. 95th Amendment ശേഷം പിന്നീട് എന്ത് ചെയ്യുകയാണ്, ആംഗ്ലോ ഇന്ത്യൻസിന്റെ റെപ്രസെൻറ്റേഷൻ ഈ 10 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, 104th Amendment വരുന്നുണ്ട് അല്ലെ. 104th Amendment വരികയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരികയും അതിൽ എന്ത് ചെയ്യുകയാണ്, SC ST സ്പെഷ്യൽ റിസർവേഷൻ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അല്ലെ. 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അപ്പോൾ എന്ത് ചെയ്തു, ആംഗ്ലോ ഇന്ത്യൻസിന്റെ നോമിനേഷൻ എന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെ. ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കപ്പെട്ടു 104th അമെൻമെന്റോട് കൂടിയിട്ട്. അപ്പോൾ അവസാനം ആംഗ്ലോ ഇന്ത്യൻസിന്റെ എന്താ പറയുക നോമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്തത് 95th Amendment എന്ന് ആലോചിക്കുക. ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് 95th ഞാനിവിടെ ഉൾപ്പെടുത്താനായിട്ട് കാരണം. ഓക്കെ അല്ലേ, സംശയങ്ങളില്ലല്ലോ. ഇനി അടുത്തത് 96th Amendment. 96th Amendment-ലാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടനയിൽ എന്ത് ചെയ്തു, 1ാമത്തെ ഷെഡ്യൂൾ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്, സ്റ്റേറ്റ് അല്ലേ, സംസ്ഥാനങ്ങൾ അവരുടെ പേരുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റി. ഓൾസോ 8th ഷെഡ്യൂളിൽ എന്ത് ചെയ്തു, ഒറിയ എന്ന് പറയുന്ന ഭാഷയെ ഒഡിയ എന്ന പേരിലേക്ക് മാറ്റി. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളും 8th ഷെഡ്യൂളും ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്യപ്പെട്ടു, അമെൻഡ് ചെയ്യപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഒറീസയെ ഒഡീഷയായും ഒറിയ ഭാഷയെ ഒഡിയ ഭാഷ എന്ന പേരിലും എന്ത് ചെയ്തു, മാറ്റി. 2011 96th Amendment വന്നത്. 1ാമത്തെ ഷെഡ്യൂളും 8ാമത്തെ ഷെഡ്യൂളും എന്ത് ചെയ്തു, മാറ്റപ്പെട്ടു എന്ന കാര്യം പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 97th Amendment ഫേമസ് ആണ് അല്ലേ. എന്താണ്, 2011 കൊണ്ടുവന്ന ഈ അമെൻമെന്റിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സ്ഥാപനങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ 2021 മറ്റോ സുപ്രീം കോടതി 2021 22 അല്ലെങ്കിൽ കൃത്യമായി വർഷം ഓർമ്മയില്ല, സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഈ 97th Amendment ചില പ്രശ്നങ്ങളുണ്ട്. ഈ പാർട്ട് ബിയിലുള്ള അഡീഷൻസ് ലോക്കൽ എന്താ പറയുക കോപ്പറേറ്റീവ്സിന് ബാധിക്കില്ല, അത് ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിന് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നീ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ടായിരുന്നു പാർട്ട് 9B കുറിച്ച്. അത്തരം ലേറ്റസ്റ്റ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിക്കുന്നു. ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തപ്പെടുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലഭ്യമാകുന്നു അല്ലെ. കോപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ലഭിക്കുകയാണ്. അയാൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അതിൽ നിന്ന് ആരെങ്കിലും തടസ്സപ്പെടുത്താമെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഡയറക്റ്റ്ലി കോടതിയിൽ പോകാൻ പറ്റും. ഓൾസോ DPSPs എന്ത് ചെയ്യുകയാണ്, 43B എന്ന് പറയുന്ന ഒരു ഭാഗം ആഡ് ചെയ്യപ്പെടുന്നു. സ്റ്റേറ്റ് ഷുഡ് പ്രൊമോട്ട് അല്ലേ, സ്റ്റേറ്റ് എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രൂപീകരണം, അവയുടെ ജനാധിപത്യപരമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അവയുടെ വർക്കിംഗ്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതെല്ലാം എന്ത് ചെയ്യുക, സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യണം എന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു DPSP കൂടി ആഡ് ചെയ്യപ്പെടുന്നു 43B. ഓക്കെ ആണല്ലോ. ഓൾസോ പാർട്ട് 9B കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. കൃത്യമാണല്ലോ. പാർട്ട് 9 എന്തായിരുന്നു, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 9A എന്തായിരുന്നു, മുനിസിപ്പാലിറ്റീസ് അല്ലെ, നഗരസ്ഥാപനങ്ങൾ. 9B എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൃത്യമാണല്ലോ. സോ 97th Amendment was all about cooperative societies getting constitutional status and they being included in the 19th article. Also the addition of 43B as DPSP. Then part 9B was also added. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. നെക്സ്റ്റ് 99th Amendment. എന്താണ് 99th Amendmentലേക്ക് പോകുന്നത്? 99th Amendmentലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 99th Amendmentലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2014 എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത് അല്ലേ. 2014 വരുന്നത്. 2014 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ വരികയാണ്. NDA ഗവൺമെന്റ് വന്ന് ആദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളുള്ളത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ. അതായത് ജഡ്ജിമാരെ അതുവരെ എന്താണ്, ഒരു കൊളീജിയം സിസ്റ്റത്തിലൂടെയാണ് നിയമിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, വെയ്ഗാണ് എന്നും കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ റെപ്രസെൻറ്റേഷൻ, ജുഡീഷ്യറിയുടെ റെപ്രസെൻറ്റേഷൻ, എമിനന്റ് ജൂറിസ്റ്റുകളുടെ റെപ്രസെൻറ്റേഷൻ, അങ്ങനെയുള്ള ഒരു ബോഡി ജഡ്ജിമാരെ തീരുമാനിക്കട്ടെ എന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു തീരുമാനം വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? 2014 ഡിസംബർ 31
മുതലാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു NJAC നിലവിലേക്ക് വരുന്നത്. പക്ഷേ 2015 ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വോയിഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നു. കോടതിയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് NJAC വിഘാതമാണ് എന്ന് പറയുകയും അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, കോടതി ഈ ഒരു 99th അമെൻമെൻറ്റ് എന്ത് ചെയ്യുകയാണ്, സ്ട്രക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് NJACയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി 100th അമെൻമെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2015 വരുന്നു. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കുറേ ഇടങ്ങൾ എന്തായിരുന്നു, കോൺക്ലേവുകളായിരുന്നു. അതായത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാവും, ഇങ്ങനെ സ്ഥലം ഉണ്ടാവും. അതായത് ഇത് ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും, ഇത് ബംഗ്ലാദേശ്, ഇത് ഇന്ത്യ, ഇത് ബംഗ്ലാദേശ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന കോൺക്ലേവുകളുടെ ഒരു കൂട്ടങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ, ഇവർ വികസനത്തിന് വേണ്ടി ആരോട് എന്ത് ചോദിക്കണം എന്നറിയില്ല, ഈ ഭാഗങ്ങളിലേക്ക് വികസനമില്ല, അവരെവിടെ വോട്ട് ചെയ്യണമെന്ന് അവർക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആകെ കൂടി എന്താ സംഭവിക്കുന്നത്, അവർക്ക് റേഷൻ കാർഡ് സാധനങ്ങൾ കിട്ടാനില്ല, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു ദുരന്തം സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ ആരും വരില്ല. കാരണം അവർ ഇന്ത്യയാണോ അവർ ബംഗ്ലാദേശാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് ചർച്ച നടക്കുകയായിരുന്നു. അവസാനം എന്ത് വന്നു, ഒരു ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് വരികയാണ്. ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് വിത്ത് ബംഗ്ലാദേശ് വരികയാണ്. ബംഗ്ലാദേശുമായിട്ടുള്ള ഇത് എന്ത് ചെയ്യുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. 51 എൻക്ലേവുകൾ ഇന്ത്യ ഇങ്ങോട്ട് കിട്ടി. ഇത് 11 അല്ല കേട്ടോ, 111 111 എൻക്ലേവുകൾ എന്ത് ചെയ്തു, റിലീസ് ചെയ്ത് ബംഗ്ലാദേശിന് നമ്മൾ കൊടുക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? 51 എൻക്ലേവ്സ് വെർ റിസീവ്ഡ് ആൻഡ് 111 എൻക്ലേവ്സ് വെർ റിലീസ്ഡ് ടു ബംഗ്ലാദേശ് എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? സംശയങ്ങളില്ല ഈ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് 101st അമെൻമെൻറ്റ് 101. നോക്കൂ, 99ാമത്തെ അമെൻമെൻറ്റ് മുതൽ 106ാമത്തെ അമെൻമെൻറ്റ് വരെ വളരെ കൃത്യമായി പഠിച്ചു പോവുക. PSCയുടെ എല്ലാ എക്സാമുകളും ഞാൻ ലൈവുകളിലെല്ലാം പറയാറുണ്ട്. PSCയുടെ എല്ലാ എക്സാമുകളിലും 99 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റുകൾ ചോദ്യങ്ങളായി വരാറുണ്ട്. സാധാരണ ഇതിൽ ഏതെങ്കിലും ഒരു അമെൻമെൻറ്റ് ചോദിക്കാത്ത ഒരു PSC എക്സാമും ഈ അടുത്ത് കടന്നു പോയിട്ടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം പഠിച്ചിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. 99 to 106 മസ്റ്റ് ബി സ്റ്റഡീഡ്. ഓക്കെ ആണല്ലോ? മസ്റ്റ് ബി സ്റ്റഡി. ഓക്കെ, ഫൈൻ. ഇനി 101ാമത്തെ അമെൻമെൻറ്റ് എന്ത് ചെയ്തു, 2016 വരുന്നത്. ഇത് എന്താണ് വരുന്നത്, 122nd ബില്ലായിരുന്നു, 122ാമത് ബില്ലായിരുന്നു അല്ലെ, 122ാമത്തെ ബില്ലായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. 122ാമത്തെ ഈ ബില്ലിലൂടെ എന്താണ് ഇവർ ശ്രമിച്ചത് കൊണ്ടുവരാൻ, GST അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് ചെയ്യുകയാണ്, കൊണ്ടുവരാനായിട്ട് ഇവർ തുടങ്ങുകയാണ്. 122ാമത്തെ ബില്ല് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, 2017 ജൂലൈ 1-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ GST റെജീം നിലവിൽ വരുന്നത്. GST കൗൺസിൽ രൂപീകരിച്ച ആർട്ടിക്കിൾ 279A ആയിരുന്നു. 279A ആണ് GST കൗൺസിൽ രൂപീകരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിക്കിൾ. ഇതും പലതവണ ചോദ്യം വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ആഡ് ചെയ്യപ്പെട്ട മറ്റ് ആർട്ടിക്കിളുകളാണ് 246A-യും 269A-യും. ഈ 2 ആർട്ടിക്കിളുകൾ ആഡ് ചെയ്തു. കഴിഞ്ഞ ചില എക്സാമുകളിൽ PSCയിൽ ഇത്തരത്തിലുള്ള ലാസ്റ്റ് നടന്ന അമെൻമെൻറ്റുകളിൽ ഏതൊക്കെ ആർട്ടിക്കിളുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഒരു എക്സാമിൽ വന്നിരുന്നു. റിപ്പീറ്റ് ചെയ്യപ്പെടുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളുകൾ കൂടി ഒപ്പം പറഞ്ഞത്. ഇനി 102ാമത്തെ അമെൻമെൻറ്റ്. 102ാമത്തെ അമെൻമെൻറ്റ് എന്തായിരുന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഇതുവരെ എന്തായിരുന്നു, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു അല്ലേ. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതിൽ നിന്നും അതിനെ എന്താക്കി മാറ്റുകയാണ്, അതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കിയിട്ട് മാറ്റുകയാണ്. എന്താണ്ടോ, ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് 2018 എന്ത് കിട്ടുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭ്യമാക്കുകയാണ്. ആർട്ടിക്കിൾ 338B ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? 338. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ STA പോലെയും നാഷണൽ കമ്മീഷൻ ഫോർ SCA പോലെയുമുള്ള അധികാരങ്ങൾ ആർക്ക് കിട്ടുകയാണ്, നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനും എന്ത് ചെയ്യുകയാണ്, ലഭ്യമാവുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ബാക്ക്വേർഡ് കമ്മീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ നിലവിൽ വരികയാണ്. 1993 സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. അവയെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നാഷണൽ ബാക്ക്വേർഡ്, നമ്മുടെ മണ്ഡൽ കമ്മീഷൻ്റെ ഒക്കെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ 1993 ആക്ട് വരുന്നു, നിലവിൽ വരുന്നു. അവസാനം എന്ത് ചെയ്യുകയാണ്, 123rd ബില്ലിലൂടെ, ബില്ലേതാണ് 123rd ബില്ലായിരുന്നു ഇത്, അതെന്ത് ചെയ്യുന്നു, പാസ്സാക്കപ്പെടുകയാണ്. അങ്ങനെ 102ാമത്തെ അമെൻമെൻറ്റ് സംഭവിക്കുകയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭ്യമാവുകയാണ് അല്ലേ. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് 93 എന്താണ് വരുന്നുണ്ട്. പിന്നീട് പിന്നെ എന്ത് ചെയ്യുകയാണ്, ഇപ്പോഴാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിലേക്ക് മാറുന്നത്. അടുത്തത് നോക്കൂ, 103rd അമെൻമെൻറ്റ് 2019. 103rd അമെൻമെൻറ്റ് എന്താ, സർക്കാർ ജോലികളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവിടെയൊക്കെ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർ,
അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 10% റിസർവേഷൻ കൊടുക്കുകയാണ്. അതായത് നിലവിൽ റിസർവേഷൻ പ്രകാരം കവർ ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം ഉണ്ടാവും അല്ലേ. ഈ വിഭാഗത്തിൽ എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ഏറ്റവും താഴേക്ക് നിൽക്കുന്ന 10% ആളുകൾക്ക് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ഏരിയകളിലും ജോബുകളിലും എന്ത് ചെയ്യുന്നു, റിസർവേഷൻ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? കേരളത്തിൽ ഇത് പ്രത്യേകം ആലോചിക്കുക, ഇത് കേരളത്തിനെ സംബന്ധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് GK ശശിധരൻ നായർ ആൻഡ് K രാജഗോപാലൻ നായർ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ശശിധരൻ നായർ ചെയർമാനായിട്ടുള്ള, K രാജഗോപാലൻ നായരും കൂടി അംഗമായിട്ടുള്ള സാമ്പത്തിക സംവരണത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് കേരള ഗവൺമെന്റ് നിയമിച്ച 2 അംഗ സമിതിയായിരുന്നു ഇവരെ എന്ന് പ്രത്യേകം ആലോചിക്കുക. ഇനി 103rd അമെൻമെന്റ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 അമെൻമെന്റ് വരുത്തി അല്ലെ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് 15 ജോബ് റിലേറ്റഡ് ആയിട്ട് എവിടെയാണ്, എംപ്ലോയ്മെന്റ് റിലേറ്റഡ് എവിടെയാണ്, 16 അമെൻമെന്റുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ആദ്യമായിട്ട് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് റിസർവേഷൻ കൊടുത്ത സ്റ്റേറ്റ് ഗുജറാത്ത് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. 124ാമത്തെ ബില്ലാണ് പാസ്സായിട്ട് 103ാമത്തെ അമെൻമെന്റ് ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? സംശയങ്ങൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. 104ാമത് അമെൻമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. റിസർവേഷൻ ഓഫ് SC ആൻഡ് ST കമ്മ്യൂണിറ്റിയുടെ എന്താണ് ലോക്സഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും എന്ത് ചെയ്തു, 2030 വരേക്ക് SC ST കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ എന്ത് ചെയ്യുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അടുത്ത 10 വർഷത്തേക്ക്. പക്ഷേ റിസർവേഷൻ ഫോർ ആംഗ്ലോ ഇന്ത്യൻസ് വാസ് ഡിസ്കണ്ടിന്യൂഡ്. ആംഗ്ലോ ഇന്ത്യൻസിനുള്ള റിസർവേഷൻ ഇല്ലാതാവുകയാണ്. ആംഗ്ലോ ഇന്ത്യൻസിന് റിസർവേഷൻ കൊടുത്തിരുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് അറിയാമോ? ആർട്ടിക്കിൾ 331 ആയിരുന്നു. ആർട്ടിക്കിൾ 331 ആംഗ്ലോ ഇന്ത്യൻസിന് റിസർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രത്യേക ആർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? 104 എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഓർത്തിരിക്കുക. 105ാമത്തെ അമെൻമെന്റ് എന്തായിരുന്നു? ഇറ്റ് റീസ്റ്റോർഡ്, ഒരു സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനങ്ങൾക്ക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതി എന്ത് ചെയ്തിരുന്നു, എടുത്തു മാറ്റിയിരുന്നു. ഇത് തിരിച്ചു കൊടുക്കുന്നതിന്, റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമെൻമെന്റ് വന്നത്. ഇറ്റ് റീസ്റ്റോർഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പവർ ടു പ്രിപ്പയർ ദ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ലിസ്റ്റ്. റിസർവേഷൻ്റെയും മറ്റു പരിപാടികൾക്കും വേണ്ടിയിട്ട് ആ സംസ്ഥാനത്തെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? തിരിച്ച് സ്റ്റേറ്റുകൾക്ക് തന്നെ കൊടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? സുപ്രീം കോടതി വരുത്തിയ ഈ മാറ്റം എന്ത് ചെയ്യുന്നു, നിർത്തലാക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റിസർവേഷൻ ക്യാൻ ബി സെൻട്രൽ തലത്തിൽ അല്ലെ, സെൻട്രൽ തലത്തിലും റിസർവേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് തലത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ്, ഏത് വിഭാഗമാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് എന്ന് സ്റ്റേറ്റുകൾക്കും തീരുമാനിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൽ താഴെ നിൽക്കുന്ന വിഭാഗം എന്തായിരിക്കും, മറ്റൊരു സ്റ്റേറ്റിൽ എന്തായിരിക്കും, അവർ ഉയരത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇവർക്ക് എന്താണ് റിസർവേഷൻ ആവശ്യമില്ല, ഇവിടെ ഇവർക്ക് റിസർവേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ കണക്കാക്കിയിട്ട് ഒരൊറ്റ തീരുമാനം എടുക്കാൻ പറ്റില്ല, അതാത് സ്റ്റേറ്റുകൾക്കും ആ അധികാരം കൊടുക്കണം. ഡിസ്ട്രിക്ട് തലത്തിൽ അങ്ങനെ നോക്കാൻ പറ്റുമോ? അത് പറ്റില്ല അല്ലെ. സ്റ്റേറ്റിൽ മൊത്തത്തിലാണ്, ആ ഡിസ്ട്രിക്റ്റിൽ അവർ മുകളിലാണെങ്കിലും ഇവിടെ ഞങ്ങൾ താഴെയാണെന്ന് ഡിസ്ട്രിക്ട് തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് തലത്തിൽ എന്താണ് ഈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്നുള്ള തലം അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അവസാനത്തെ അമെൻമെന്റിലേക്ക് വരികയാണ്. 106th അമെൻമെന്റ്, 106ാമത്തെ അമെൻമെന്റിലേക്ക് വരികയാണ്. 2023 എന്ത് ചെയ്യുന്നത്, ഈ അമെൻമെന്റ് വരുന്നത്. നമ്മുടെ ദ്രൗപദി മുർമു പ്രസിഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള പാസ്സായിട്ടുള്ള ആദ്യത്തെ അമെൻമെന്റ് ആയിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു ഇത്. 105ന്റെ സമയത്ത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിനെ എന്താണ്, വിമൺ റിസർവേഷൻ ബില്ലാണത് അല്ലെ. സ്ത്രീകൾക്ക് എന്ത് ചെയ്യുകയാണ്, ലോക്സഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും, അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും. ഇത് പ്രത്യേകം ആലോചിക്കണേ. ലോക്സഭയിൽ റിസർവേഷൻ ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളിൽ റിസർവേഷൻ ഉണ്ട്, ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും റിസർവേഷൻ ഉണ്ട്. ഇവിടെ എല്ലായിടത്തെയും 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുകയാണ്. ഇതിൽ സ്ത്രീകളായിട്ടുള്ള SC ST കമ്മ്യൂണിറ്റിയും കൂടി ഉൾപ്പെടുത്തും കേട്ടോ. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്താ പറയുക, ഒരു റിസർവേഷനാണ് ഇത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ, നാരി ശക്തി വന്ദൻ അധിനിയം. അല്ലെ, നമ്മുടെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ അമെൻമെന്റ് ആയിരുന്നു ഇത് അല്ലെ. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിമൻസ് റിസർവേഷൻ ബില്ലാണ്. ഇനി ചോദ്യം, ഇത് കൃത്യമായി ഓർക്കണം. 3 ആർട്ടിക്കിളുകൾ, 330A ലോക്സഭയിലുള്ള റിസർവേഷൻ, 332A സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലുള്ള എന്താ പറയുക റിസർവേഷൻ, 239AA
ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള എന്താ പറയുക റിസർവേഷൻ, ഇത് അമെൻഡ് ചെയ്യുകയായിരുന്നു. 239A ഓൾറെഡി ഉണ്ട്. ഇതിലെന്ത് ചെയ്തു? അമെൻഡ് ചെയ്തിട്ട് പുതിയൊരു ഭാഗം ആഡ് ചെയ്തു. 330Aയും 332Aയും പുതിയതായിട്ട് എന്ത് ചെയ്തു? ആഡ് ചെയ്യപ്പെട്ടു. മനസ്സിലാവുണ്ടോ? ഇത് അമെൻഡ് ചെയ്തു, ഇത് രണ്ടും ആഡ് ചെയ്യപ്പെട്ടു. 334A എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ആഡ് ചെയ്ത പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്തൊരു ഭാഗമാണ്. ഇനി അടുത്ത ഡീലിമിറ്റേഷൻ നടത്തുക, അടുത്ത സെൻസസ് നടന്നതിന് ശേഷം അടുത്ത ഡീലിമിറ്റേഷൻ നടത്തിയിട്ട് അതിന് ശേഷമാണ് എന്ത് അപ്ലൈ ചെയ്യപ്പെടുന്നത്? ഈ റിസർവേഷൻ അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് 334A. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 330A, 332A, 334A എന്നിങ്ങനെ എന്ത് ചെയ്തു? 3 ഭാഗങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. 239AA ഒരു അമെൻമെൻറ്റും നടത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത്രയും ചേഞ്ചുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭാഗം കൊണ്ടുവരുന്നത് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മളുടെ വളരെ ദീർഘമായിട്ടുള്ള എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, എങ്ങനെയെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെ നമ്മൾ വളരെ വിശദമായി ഈ അമെൻമെൻറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുവൻ കേട്ടിരുന്ന ഒരാളാണ്, ഇവിടം വരെ എത്തിയ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇത് റിവൈസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായി ഇതിന് പുറത്ത് നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒന്നും ഇമ്പോസിബിൾ ആണ് നമ്മൾ പറയാൻ പറ്റില്ല, പക്ഷെ വളരെ വളരെ കുറവാണ്. കൃത്യമായി റിവൈസ് ചെയ്യുക, പഠിക്കുക, വളരെ ഉഷാറായിട്ട് എക്സാമുകൾ സന്തോഷത്തോടു കൂടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.